1980കളുടെ അവസാനം കേരളത്തിലെ ക്യാമ്പസുകളിൽ XFI ശക്തിപ്പെടുന്ന സമയം. അക്കാലത്താണ് എറണാകുളത്ത് നിന്ന് VD സതീശൻ എന്ന ഒരു KSUക്കാരനെ കുറിച്ച് കേൾക്കുന്നത്. ഇപ്പോഴത്തെ വടശ്ശേരി ദാമോദരൻ സതീശനല്ല, പൂക്കി മുഖ്യമന്ത്രിയുമല്ല. MG യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സംഘടനയെ നയിച്ച ചെയർമാനായാണ് സതീശന്റെ തുടക്കം. പിന്നീട് NSUവിന്റെ ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട നേതാവായി. അതിനിടെ വക്കീൽ പണി ചെയ്ത കഥ വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയായ ശേഷം VD വന്ന വഴി മറക്കുന്നതാണ് കണ്ടത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ തുടങ്ങിയ കല്ലുകടി. ആദ്യം ലോയേഴ്സ് കോൺഗ്രസിനെ അവഗണിച്ചു, ഇഷ്ടക്കാരിൽ പലരെയും തിരികെ കയറ്റി. ഇടത് സംഘപരിവാർ ബന്ധമുള്ളവർ പോലും സർക്കാർ അഭിഭാഷകരുടെ പട്ടികയിൽ വന്നു. അതിനെതിരെ പ്രതിഷേധിച്ച KSUവിനോട് നിങ്ങൾക്ക് എന്താണ് അതിൽ കാര്യമെന്ന ചോദ്യം. അതിനെതിരെ KPCC വക്താക്കൾ മുതൽ KSU പ്രവർത്തകർ വരെയും പരസ്യ പ്രതിഷേധവുമായി രംഗത്തുന്നു. മദ്യനയം മുതൽ വിഴിഞ്ഞം കരാർ വരെയുള്ള വിഷയത്തിൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന സർക്കാരിന് ഈ പാളയത്തിൽ പട വെല്ലുവിളിയാണോ? VD സതീശനെതിരെ പാർട്ടിക്കുള്ളിൽ പടയൊരുക്കമാണോ? പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മാധ്യമപ്രവർത്തകൻ N ശ്രീകുമാർ, CPM നേതാവ് ഡോക്ടർ PK ഗോപൻ, ലോയേഴ്സ് കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് ബേസിൽ മേച്ചേരി എന്നിവരാണ്. KSU പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും അവസാന സമയം, അതായത് സംഘടനാ തലത്തിൽ പരസ്യ പ്രതികരണത്തിന് വിലക്കേർപ്പെടുത്തിയതിനാൽ KSU പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. ആദ്യം ശ്രീ N ശ്രീകുമാറിലേക്കാണ്. ശ്രീകുമാർ, നമുക്കറിയാം തുടക്കം മുതൽ തന്നെ VD സതീശനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി അദ്ദേഹം നേരിടുന്നുണ്ട്. കാരണം പാർട്ടിക്കുള്ളിൽ ഒരു പിന്തുണ ലഭിക്കുന്നില്ല. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, അതായത് മദ്യനയം മുതലുള്ള പല വിഷയങ്ങൾ വന്നപ്പോഴും പാർട്ടിയിൽ നിന്നൊരു പൂർണ്ണമായിട്ടുള്ള പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ല. ഏറ്റവും ഒടുവിൽ ഈ സർക്കാർ അഭിഭാഷകരുടെ പട്ടികയുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങൾ, പല വിഷയങ്ങൾ, പല പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഏറ്റവും ഒടുവിലാണ് KSU സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ, KSUവിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. അതിനോട് VD സതീശന്റെ പ്രതികരണം, നിങ്ങൾക്കതിലെന്താണ് കാര്യം എന്നൊരു ചോദ്യം. അത് വലിയ പ്രതിഷേധം, അതായത് KPCC വക്താക്കളടക്കം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതായത് എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? കാരണം കോൺഗ്രസിൻ്റെ കുറേ നാളുകളായി, അത് കൃത്യമായി കോൺഗ്രസിനെ നിരീക്ഷിക്കുന്ന ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് അങ്ങ്. ഇതേപോലത്തെ ഒരു സാഹചര്യം ഇതിനു മുൻപ് ഏതെങ്കിലും ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? കാരണം പാർട്ടിയുടെ പിന്തുണയില്ല എന്ന് മാത്രമല്ല, വിദ്യാർത്ഥി സംഘടനകളടക്കം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യം. അറിയാം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേട്ടോ? അതായത് ഇത് കേരളത്തിലെ ഇതിനു മുമ്പ് ഒരു മുഖ്യമന്ത്രിക്ക് നേടേണ്ടി വരാത്ത ഒരു വിഷയമൊന്നും അല്ല ഇത്. കാരണം ഇതില് KSUവിന്റെ ഒരു അഭിപ്രായം അവര് പരസ്യമായി പറഞ്ഞു എന്നുള്ളതാണ് ഇതിലത്തെ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത്. കാരണം KSUവിന് ഈ നിയമ സംവിധാനത്തില് അഭിഭാഷകരെ നിയമിക്കുന്നതില് കോൺഗ്രസിന്റെ പോഷക സംഘടനയായ KSUവിന് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ലോ കോളേജ് യൂണിറ്റിന് അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് ആ വാർത്താ സമ്മേളനത്തിൽ ആ ചോദ്യത്തോടുള്ള ഒരു പ്രതികരണമായിരുന്നത്. അപ്പൊ ആ ചോദ്യം എങ്ങനെയാണ് ആ ചോദ്യം വന്നതും കൂടെ നമ്മൾ ആ പശ്ചാത്തലം കൂടെ മനസ്സിലാക്കണം. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്ന ഒരു സമീപനം അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അപ്പൊ അക്കാര്യത്തിൽ ചോദിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി കുറച്ച് രോഷാകുലനായി KSUവിന് എന്താ കാര്യമെന്ന് ചോദിച്ചത്. ആ സംസാരവും ശൈലിയും തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതായിരുന്നു, സംശയമില്ലാത്ത കാര്യമാണ്. അത് KSUവിന് അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് മൃദുവായി പറഞ്ഞിരുന്നെങ്കിൽ ഇത് ചർച്ചാ വിഷയമല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് കുറച്ച് കടുപ്പിച്ചാണെന്ന് മാത്രം. ഇനി കടുപ്പിച്ച് പറഞ്ഞെന്ന് വെക്കുക, ഞാനതിൽ തെറ്റ് കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല് വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറയുന്നവർക്ക് അവർക്ക് അവരുടെ വിദ്യാർത്ഥികളുടെ കാര്യത്തിലും അതുപോലെ തന്നെ ചില പൊതുവിഷയങ്ങളിൽ പൊതുവായി ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന കാര്യത്തിൽ പാർട്ടിക്ക് താല്പര്യമുള്ള ചില വിഷയങ്ങളിൽ KSU യൂത്ത് കോൺഗ്രസും ഒക്കെ രംഗത്തിറങ്ങാറുണ്ട്. അത്തരമൊരു സാഹചര്യം ഇപ്പൊ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പകരം എന്താണെന്ന് വെച്ചാൽ KSUക്കാര് അവർക്ക് അവരുടെ ലോ കോളേജിൽ പഠിച്ചിരുന്ന
ഒരു പഴയ SFIക്കാരിയെ ഗവൺമെന്റിന്റെ അഭിഭാഷകയായി വെച്ചു എന്നുള്ളതാണ്. അതിന് കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്ന ന്യായീകരണം ഇവർ പിന്നീട് കോൺഗ്രസിന്റെ ലോയേഴ്സ് കോൺഗ്രസിൽ അംഗത്വം എടുത്തു എന്നുള്ളതാണ്. അപ്പൊ അംഗത്വം എടുത്ത കാര്യത്തെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമുക്കറിയില്ല. കാരണം ലോയേഴ്സ് കോൺഗ്രസ് ഇപ്പം പഴയ ആ ഒരു ശൈലിയില് കൃത്യമായിട്ട് ആ നിലയ്ക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ലോയേഴ്സ് കോൺഗ്രസിൽ തന്നെ പല വിഭാഗങ്ങളൊക്കെ ഉണ്ടെന്ന് ഇടക്കാലത്ത് കേട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് എനിക്കറിയില്ല അതിനെക്കുറിച്ച്. കാരണം കോൺഗ്രസിലെ അങ്ങനെ നമ്മളാരും ഡയറക്റ്റായിട്ട് ഇടപെടുന്ന ഒരു സംഘടന അല്ലാത്തതുകൊണ്ട്. അപ്പൊ അതാണ് എന്റെ അടിസ്ഥാനപരമായ വിഷയം. അതാണ് KSUക്കാർക്ക് ഇക്കാര്യം മുഖ്യമന്ത്രിയോടെ അദ്ദേഹത്തിന്റെ ചേംബറിൽ പോയിട്ട് നേരിട്ട് അദ്ദേഹത്തോട് ഇക്കാര്യം പറയാമായിരുന്നു. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറയാമായിരുന്നു. പകരം അത് പരസ്യമായി പറഞ്ഞതാണ് പ്രശ്നമായത്. പരസ്യമായി പറയാതെ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അക്കാര്യം ചർച്ചയാകുമായിരുന്നു, മുഖ്യമന്ത്രിക്ക് ചർച്ച ചെയ്യാമായിരുന്നു പാർട്ടി നേതൃത്വമായിട്ട്. അതിനു പകരം അത് പരസ്യമായി ഉന്നയിച്ചതോടുകൂടി KSUവിന് എന്താണ് ഇതിൽ അഭിപ്രായം പറയേണ്ട കാര്യം എന്ന് ചോദിക്കുന്നതിൽ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് തെറ്റ് ഞാൻ കാണുന്നില്ല. കാരണം KSUവിന് നിയമന കാര്യത്തിൽ ഇടപെടേണ്ട ഒരു കാര്യവും KSUവിനില്ല. നിയമന കാര്യം എന്ന് വെച്ചാൽ അഭിഭാഷകരെ നിയമിക്കുന്നതിന് ലോ കോളേജ് യൂണിറ്റ് അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. കാരണം അത് ഗവൺമെന്റ് ആണ്. അപ്പൊ ഗവൺമെന്റിന്റെ അപ്പൊ ഇവര് പറയുന്നത് എന്താണ്? ഇന്നത്തെ CPMന്റെ ഒരു വാർത്ത ഉണ്ടായിരുന്നു അവരുടെ മുഖപത്രത്തില്. സതീശൻ സത്യപ്രതിജ്ഞ ലംഘിച്ചു, ലോയേഴ്സ് കോൺഗ്രസിന്റെ ലെറ്റർ പാഡിൽ പേരുകൾ എടുത്തത് കാണിച്ചു. അതാണെന്ന് വാർത്ത. ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ പേരുകളാണ് ഇവരൊക്കെ എന്ന് പറയാൻ വേണ്ടി എടുത്ത് കാണിച്ചതാണത്. അതിലെന്താ തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെന്ന് എനിക്ക് അറിയില്ല. അന്നില്ല, ആയിക്കോട്ടെ, അവരുടെ പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാടായിരിക്കാം. അപ്പൊ മൊത്തത്തില് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇതിന് മുൻകാലങ്ങളിൽ KSU അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസ കാര്യങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് KSU യൂത്ത് കോൺഗ്രസും. മാത്രമല്ല 60കളിലും 70കളിലും KSU യൂത്ത് കോൺഗ്രസും കോൺഗ്രസിലെ തിരുത്തൽ ശക്തിയായിരുന്നു, സമ്മർദ്ദ ഗ്രൂപ്പായിരുന്നു. CK ഗോവിന്ദൻ നായർ KPC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത്. കാരണം അന്നത്തെ തലമുറ വ്യത്യാസം കൂടെ ഉണ്ട് കേട്ടോ. കാരണം അന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഒരു പഴയ തലമുറയും ഒരു പുതിയ തലമുറ KSU യൂത്ത് കോൺഗ്രസ്, അങ്ങനെയാണ് അന്ന് വന്നത്. ഇന്നിതല്ല. ഇന്നത്തെ തലമുറയിൽപ്പെട്ടവർ തന്നെയാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെ KSUവിന്റെ ആവശ്യം ഉന്നയിക്കാൻ തെറ്റില്ല. കാരണം അവർ പറയുന്നത് ശരിയാണ്. ലോ കോളേജ് എന്ന് വെച്ചാൽ ലോ കോളേജ് യൂണിയൻ വർഷങ്ങളായിട്ട് SFIക്കാരുടെ കയ്യിലായിരുന്നു. അത് പിടിച്ചെടുത്തത് തൃശ്ശൂരിലുള്ള അപർണ എന്ന ഒരു വിദ്യാർത്ഥിനിയാണ് KSUവിന്റെ നേതാവ്, 2 വർഷം മുമ്പ് ചെയർമാനായത്. അന്ന് അവരെ എതിർത്ത അതാണ് ശ്രീ എൻ ശ്രീകുമാർ. ഈ അപർണയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും നമ്മൾ ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. അതായത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ക്ഷമിക്കണം, ഓർമ്മകൾ മനുഷ്യനെന്നും ഒരു ശാപമാണ് എന്ന് പറയുന്നത് പോലെ ഓരോ KSU പ്രവർത്തകനും തന്റെ ഓർമ്മയിൽ ഈ യാതനകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് യൂണിറ്റ് കമ്മിറ്റി ഒരു KSUക്കാരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് GP നിയമനത്തിൽ അതൃപ്തി അറിയിച്ചതെന്ന് ഈ അപർണ തന്നെ അങ്ങ് സൂചിപ്പിച്ച ഈ SFIയുടെ ചെങ്കോട്ടയായിരുന്ന ഈ ലോ കോളേജിന്റെ ഭരണം, അതായത് അവിടുത്തെ യൂണിയൻ പിടിച്ചെടുത്ത ഈ അപർണ തന്നെയാണ് ഇത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം, ഒരു കോൺഗ്രസ് നേതാവ് പോലും VD സതീശൻ കഴിഞ്ഞ 10 വർഷം ഒരു തല്ലും കൊണ്ടിട്ടില്ല. ഇവിടെ KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരുമാണ് പോലീസിന്റെ കയ്യിൽ നിന്നും SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും തല്ലുകൊണ്ടത്. അവർക്കറിയാം വേദന, അതുകൊണ്ട് തന്നെയാണ് അവർ ആ വേദന പങ്കുവെച്ചത്. സ്വാഭാവികമല്ലേ? കാരണം ഇത്രയധികം KSU പ്രവർത്തകരുള്ളപ്പോൾ, കഴിഞ്ഞ 10 വർഷം തല്ലുകൊണ്ട തങ്ങളുടെ പ്രതിനിധികളുള്ളപ്പോൾ അവരെ അവഗണിച്ചുകൊണ്ട് ഒരു പഴയ ഒരു SFIക്കാരിനെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചതിന്റെ അതൃപ്തി മാത്രമല്ലേ അവർ പങ്കുവെച്ചത്? അതെ, ഞാൻ പറഞ്ഞ ആ പങ്കുവെച്ച രീതിയെ കുറിച്ചാണ് പറഞ്ഞത്. അവർക്ക് എന്തായാലും ഈ നിയമനം തന്നെ എനിക്ക് തോന്നുന്നത് വേണമെങ്കിൽ അവർക്കത് തടയാവുന്ന രീതിയിലുള്ള ഒരു വഴി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു മാർഗമുണ്ട്. അത് പരസ്യ പ്രസ്താവന ഫേസ്ബുക്ക് പോസ്റ്റും അല്ല. കോൺഗ്രസിൽ അതിൻ്റെ ഒരു മാർഗം ഉണ്ടല്ലോ, ആ മാർഗം അവർ സ്വീകരിക്കായിരുന്നു. പിന്നെ വേറെ കോൺഗ്രസിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് ടോം. അതൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ഞാനതൊന്നും ഒളിച്ചു വെക്കുന്ന ആളൊന്നുമില്ല. കോൺഗ്രസിൽ വിഷയങ്ങൾ ഒരുപാടുണ്ട്. കാരണം ആ വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ട് ചിലതൊക്കെ പുറത്തേക്ക് വരും. ഇപ്പൊ കോൺഗ്രസിന്റെ വക്താവ് തന്നെ മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് ഇന്നൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടല്ലോ, അനൂപ്, ഇല്ലേ? അതൊക്കെ കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ട്. കാരണം വെച്ചാൽ VD സതീശൻ മുഖ്യമന്ത്രി ആയ ശേഷം കോൺഗ്രസിലുണ്ട് ഒരുപാട് ഉൾപിരിവുകൾ ഉണ്ടായിട്ടുണ്ട്. പരസ്യമായിട്ടൊന്നും വരാത്ത എന്താണെന്ന് വെച്ചാല് ഇവിടുത്തെ പ്രതിപക്ഷത്തെ, അതായത് CPM 10 വർഷം ഭരിച്ച് അവരുണ്ടാക്കി വെച്ച ദുരിതം, അത് ഓർത്തുകൊണ്ടാണ് സത്യത്തില് ഇന്ന് ഈ വക പ്രശ്നങ്ങളൊന്നും പുറത്തു വരാതിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ പഴയ ആ 10 വർഷക്കാലം എന്താണ്, പാർട്ടിയാണ് നിയമിച്ചിരുന്നത് ഓരോ കാര്യത്തിലും. അപ്പൊ പാർട്ടിയാണ് എല്ലാം നിയമിക്കുന്നത് എന്നൊരു ധാരണ എന്തെങ്കിലും എനിക്ക് തോന്നുന്നത് KSUക്കാരിലും യൂത്ത് കോൺഗ്രസ്സുകാരിലും കടന്നുകൂടി കാണാം.
എല്ലാ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. PSC എഴുതുമ്പോൾ പാർട്ടിയെ ജയിപ്പിക്കുക, മറ്റേ നിയമനങ്ങളിൽ പാർട്ടിക്കാർക്ക് കൊടുക്കുക, പിൻവാതിൽ നിയമനം പാർട്ടിക്കാർക്ക് കൊടുക്കുക, PSC ലിസ്റ്റ് വഹിപ്പിച്ച് പാർട്ടിക്കാർക്ക് കൊടുക്കുക, പോലീസ് സേനയിലെ റാങ്ക് ലിസ്റ്റ് തിരുത്തി പാർട്ടിക്കാർക്ക് കൊടുക്കുക, എല്ലാ പാർട്ടിക്കാരെന്നുള്ള ഒരു 10 വർഷത്തെ ഒരു കേട്ടുവരുത്തുണ്ടല്ലോ. അപ്പൊ അന്നൊരു 10 വയസ്സുള്ള ഒരു ബാലൻ 18 വയസ്സായ കേസുകാരനാകുമ്പം ഇങ്ങനെയൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ചിന്തിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? അപ്പൊ അതിനൊരു പശ്ചാത്തലം ഇവിടെ ഉണ്ട്. 10 വർഷത്തെ ഭരണം അത് മാറ്റിയെടുക്കാൻ ഒരു 10 മാസമെങ്കിലും ഇനി പിടിക്കും. പക്ഷേ ഗോവനൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, 10 മാസമെങ്കിലും പിടിക്കും. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ചിലർക്കൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത്. അപ്പൊ ഇതിന് ലോയേഴ്സ് കോൺഗ്രസ് ഒരു ലിസ്റ്റ് കൊടുത്താൽ അത് വിശ്വസിക്കും മുഖ്യമന്ത്രി. ലോയേഴ്സ് കോൺഗ്രസിലെ ഒരു ലിസ്റ്റ് കൊടുത്താൽ അത് വിശ്വസിക്കും. പക്ഷെ ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റ് പ്രകാരമാണ് മുഖ്യമന്ത്രി നിയമിച്ചത് എന്നാണ് ഇപ്പൊ വ്യാഖ്യാനം. ശ്രീ എൻ ശ്രീകുമാർ, അങ്ങയിലേക്ക് എത്താം. ലോയേഴ്സ് കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് ബേസിൽ മേച്ചേരി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ബേസിൽ, ശ്രീ എൻ ശ്രീകുമാർ പറയുന്നത് ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റ് മുഖ്യമന്ത്രി അംഗീകരിച്ചു എന്നാണ്. ആ വിഷയത്തിൽ KSUവിന് അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നാണ്. താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? കാരണം ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റാണോ മുഖ്യമന്ത്രി അംഗീകരിച്ചത്? കാരണം ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇത് പൂർണ്ണമായും തള്ളി പറയുന്നുണ്ട്. അതായത് ഞങ്ങൾ കൊടുത്ത പട്ടികയിൽ ഈ പേരില്ല, അതായത് ശരത് DS, ജിയോന ജെയിംസ് എന്നിവരുടെ പേരുകളില്ല. അതെങ്ങനെ ആ പേരുകൾ വന്നു? ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ ആ പേരുകൾ വന്നു എന്ന കാര്യത്തിൽ സംശയം പോലും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ടല്ലോ. അത് നല്ലൊരു കാര്യം തന്നെ വിശദീകരിക്കുകയാണ്. ആദ്യം തന്നെ ഞങ്ങളുടെ നിലപാടെടുക്കുന്നത് അത് VD സതീശനോ മുഖ്യമന്ത്രിക്കോ സർക്കാരിനെതിരായിട്ടുള്ള ഒരു നിലപാടല്ല. അതൊരു തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു സമൂഹം, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംസാരമാണ്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഒരു കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഭരണകൂടത്തിന്റെ വേട്ടയാടലുകൾ അനുഭവിച്ച പ്രവർത്തകര്, അതിൽ ഏതാനും KSU പ്രവർത്തകര്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് നിയമസഹായം ഉൾപ്പെടെയുള്ള പിന്തുണ നൽകിയ അഭിഭാഷകരെ വഞ്ചിക്കുന്ന രീതിയിലുള്ള ഒരു നിയമനങ്ങളാണ് ഈ വരുന്ന GP അപ്പോയിന്റ്മെന്റുകൾ ഉണ്ടായതെന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉണ്ടായതെന്നാണ് ഞങ്ങൾക്ക് വിശ്വസിച്ചേക്കുന്നത്. കാരണം ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിലെ ഏതാനും ചില നേതാക്കന്മാർ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഏതാനും ലിസ്റ്റുകൾ സർക്കാരിന് കൊടുത്തു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് നമുക്ക് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ 23/5/2026 GP നിയമനവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സ്വീകരിക്കാൻ ILCയുടെ കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി. 23/5/2026. എന്നാൽ 31/6/2026 ഈ പറയുന്ന ശുപാർശ കത്തിനോടൊപ്പമുള്ള ലിസ്റ്റിൽ കടന്നുകൂടിയിരിക്കുന്നത് ഏതാനും പാർട്ടിയോട് യാതൊരു കൂറും പ്രതിബദ്ധതയും ഇല്ലാത്ത പാർട്ടിക്കെതിരെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്ന ഏതാനും ചില ആളുകൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടുകയും എന്നാൽ പാർട്ടിയോട് ചേർന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പാർട്ടിയോട് അനുഭാവമുള്ള അഭിഭാഷകരെ തഴയുകയും ചെയ്തു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയതെന്ന് യാതൊരു രീതിയിലുള്ള മറുപടിയും നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ക്രൂട്ടിനി ILC നടത്തിയത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു സംശയങ്ങളും നമ്മൾ ചോദിക്കുമ്പോൾ യാതൊരുവിധ ഉത്തരവും നമുക്ക് ലഭിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ILCയുടെ ചില നേതാക്കന്മാർ ബോധപൂർവം ശ്രമിച്ച് പ്രതിച്ഛായയെ കളങ്കപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഉണ്ടായി എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞൊരു ദിവസം ഞാനൊരു സീനിയർ ആയിട്ടുള്ള ഒരു അഭിഭാഷകന്റെ അടുത്ത് ഗവൺമെന്റ് ലീഡർ ലിസ്റ്റിനെ കുറിച്ച് സംസാരിക്കേണ്ടായി. അപ്പൊ അദ്ദേഹം തമാശയ്ക്കാണ് പറഞ്ഞത്, പക്ഷെ അത് അത്യന്തം ഗൗരവമായ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഹൈക്കോടതിയിൽ എത്ര നിലകളുണ്ട് എന്ന് പോലും അറിയാത്ത ഏതാനും ചിലരെ ഈ പ്രാവശ്യം ഗവൺമെന്റ് ലീഡറായിട്ട് നിയമിച്ചു എന്നുള്ള കാര്യമാണ്. ഇതൊക്കെ വളരെ ഗൗരവമായ കാര്യം, തമാശയ്ക്ക് പറയുന്നതാണെങ്കിൽ പോലും ഗൗരവപരമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന നിയമനങ്ങളൊക്കെ നടത്തിയതെന്നുള്ളത് നമുക്ക് വ്യക്തമല്ലാത്തൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഏതാനും ചില ആളുകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതിയുമായിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ സമീപിക്കുകയും അവർക്ക് പരാതി കൊടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി ഈ തെറ്റുതിരുത്താൻ ആർജവുമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊക്കെല്ലാം മുഖ്യമന്ത്രിയിൽ വിശ്വാസമുണ്ട്. പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ഒപ്പമുള്ളത്. അതുകൊണ്ട് അദ്ദേഹം വേണ്ട നടപടികൾ ഇതിനെതിരെ സ്വീകരിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും തന്നെ. അല്ല, നിങ്ങൾക്ക് ഈ ലോയേഴ്സ് കോൺഗ്രസിന്റെ പ്രതിനിധികൾ, അതായത് സാധാരണ അംഗങ്ങൾ മുതൽ നേതാക്കൾ വരെയുണ്ട്, ഒരു അവഗണന നേരിട്ടു, ഈ ഗവൺമെന്റ് ലീഡർ നിയമനത്തിൽ അവഗണന നേരിട്ടു എന്നൊരു പരിഭവം സംഘടനയ്ക്കുള്ളിലുണ്ടോ ശ്രീ ബേസിൽ? സംഘടനയ്ക്കുണ്ട്. സംഘടനയിൽ അത്
വളരെ വ്യക്തമായിട്ടുള്ള പരസ്യമായിട്ട് തന്നെ ആളുകൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ അവഗണനകൾ നേരിട്ടു. കാരണം പാർട്ടിയോട് ചേർന്ന് നിന്നത്, ഇപ്പൊ പാർട്ടിക്കാരനായതുകൊണ്ട് ഒരാളെ ഗവൺമെന്റ് ലീഡറാക്കണമെന്ന് നമുക്ക് അഭിപ്രായമില്ല. പാർട്ടിക്കാരനായിട്ടുള്ള നല്ല അഭിഭാഷകർ ഒരു അനവധി ഇവിടെ ഉണ്ട്. പാർട്ടിക്ക് വേണ്ടിയിട്ട്, പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് അനവധി കേസുകൾ, അത് യാതൊരു സാമ്പത്തിക ലാഭേച്ഛയില്ലാതെ പ്രവർത്തിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന വക്കീലന്മാരുണ്ട്. ഇവരെ ആരെയും പരിഗണിക്കാതെ പാർട്ടിക്ക് എതിരായിട്ട് പ്രവർത്തിച്ചവരെ, അവരിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെന്റ് അധികാരം കിട്ടാറായി എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞപ്പോ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്തു എന്ന കാരണത്താലൊക്കെ ഇവരെ അപ്പോയിന്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഇതിന്റെ ഭാഗത്ത് ഒരു വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീതിങ്കിങ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ILCയിലെ ചില നേതാക്കന്മാർ കൊടുത്ത ഏതാനും ലിസ്റ്റുകൾ പെട്ടെന്ന് തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി നടത്താതെ അംഗീകരിച്ചു എന്നുള്ളൊരു ആക്ഷേപം മാത്രമാണ്. അത് എന്തായാലും തിരുത്തും. കാരണം അതിന് കഴിവുള്ള ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. അത് എന്തായാലും തിരുത്തും എന്ന് തന്നെയാണ് വിശ്വാസം. അത് തന്നെയാണ് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഭൂരിഭാഗം വരുന്ന അംഗങ്ങൾക്കുള്ളത്. യെസ്, CPM നേതാവ് ഡോക്ടർ PK ഗോപൻ. ശ്രീ ഗോപൻ, ഇപ്പോൾ സാധാരണ ഒരു പ്രതിപക്ഷമാണ് മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെ പരസ്യമായ പ്രതിഷേധവുമായി രംഗത്തെത്തേണ്ടത്. പക്ഷെ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ ഒരു പടയൊരുക്കം നടക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ. CPM ഇപ്പോൾ കാര്യങ്ങൾ എളുപ്പമാണെന്ന് തോന്നുന്നു അല്ലേ? കാരണം തുടക്കത്തിൽ നമുക്കറിയാം, മദ്യനയ വിഷയം മുതൽ വിഴിഞ്ഞം കരാർ വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിനകത്ത് VD സതീശനൊരു പിന്തുണയില്ലാത്ത സാഹചര്യമുണ്ട്. അതിനിടെയാണ് ചെറിയ ചെറിയ കല്ലുകടികൾ, ഈ രീതിയിൽ സർക്കാർ അഭിഭാഷക നിയമനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ KSU ഉൾപ്പെടെയുള്ള സംഘടനകൾ വരെയും, പോഷക സംഘടനകൾ വരെയും, ലോയേഴ്സ് കോൺഗ്രസിന്റെ പ്രതിനിധികൾ വരെയും മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി രംഗത്തെത്തുന്ന സാഹചര്യം. ഇന്ന് KPCC വക്താവ് വരെയും പരസ്യമായി നിലപാടെടുക്കുന്നു. എന്താണ് CPMന്റെ ഒരു നിലപാട് ഈ വിഷയത്തിൽ? അതായത് മുഖ്യമന്ത്രി ഒറ്റപ്പെടുന്നുവെന്ന് തോന്നുന്നുണ്ടോ? മാത്രമല്ല CPM ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിൽ ശ്രീ ടോം പറഞ്ഞ വഴിയല്ല ഞങ്ങളെ സംബന്ധിച്ചുള്ളത്. ഞങ്ങൾക്ക് കാര്യം എളുപ്പമായല്ലോ എന്നുള്ളത്, ഇവരുടെ തമ്മിലടിയിൽ എളുപ്പം കാര്യം സാധിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 10 വർഷമായി പോയത് കൊണ്ടുള്ള പ്രശ്നമാണ്. പലർക്കും ഇവരുടെ പഴയകാല സംഘർഷങ്ങൾ അറിയാൻ വയ്യാതെ പോയി. ശ്രീകുമാർ സാറൊക്കെ പണ്ട് ഒരുപാട് വെള്ളം കുടിച്ചതായി അവർക്ക് വേണ്ടി, ഏത് വിഭാഗത്തിന് വേണ്ടി എന്നുള്ളതൊക്കെ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ പോകുന്നില്ല. അപ്പോഴേ ഈ ശ്രീ K കരുണാകരന്റെ കാലത്ത് അദ്ദേഹത്തെ താഴെ ഇറക്കാൻ നമ്മുടെ പുത്തരിക്കണ്ടം മൈതാനം എത്രമാത്രം തെറി കേട്ടതാണ്. ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങളുടെ ലീഡർഷിപ്പ് ഒന്നും ശ്രീ K കരുണാകരനെ തെറി വിളിച്ചിട്ടില്ല. ശ്രീ EK നായനാരോ ശ്രീ VSO ശ്രീ പിണറായി ഒന്നും അക്കാലത്ത് അദ്ദേഹത്തെ തെറി വിളിച്ചിട്ടില്ല. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ശ്രീ AK ആന്റണി, ശ്രീ ഉമ്മൻചാണ്ടി, ഇവരെല്ലാം തമ്മിലടിച്ച് ഇടയ്ക്ക് വെച്ച് മന്ത്രിമാരെ മാറ്റൽ, മുഖ്യമന്ത്രി പ്രതിച്ഛായ മോശമാണ്, പ്രതിച്ഛായ ചർച്ച എന്ന് പറഞ്ഞ ചർച്ച അങ്ങനെ ഉണ്ടായത്. ഞാൻ 1-2 ചർച്ചയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരു വാക്ക് പറയാം, ശീതള ഛായ. അന്ന് തായാട്ട് ശങ്കരൻ എന്ന വളരെ പ്രഗത്ഭനായ പത്രപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. എഡിറ്ററായിട്ടൊക്കെ പ്രവർത്തിച്ച, ദേശാഭിമാനി വാരികയുടെ എഡിറ്ററായിട്ടൊക്കെ ദീർഘകാലം ഇരുന്ന ആളാണ് അദ്ദേഹം. തായാട്ട് ശങ്കരൻ ആണ് ഈ ഭരണത്തിന്റെ ശീതള ഛായ എന്ന വാക്ക്. അപ്പോ അങ്ങനെ പ്രതിച്ഛായ ചർച്ച, ശീതള ഛായ ചർച്ചയായിട്ടൊക്കെ കുറെ കാലം തമ്മിലടിച്ച് ജനങ്ങൾ മടുത്തിട്ടാണ് UDFന്റെ ഭരണം മാറ്റിയെടുത്തത്. പക്ഷെ 10 വർഷമായപ്പോഴത്തേക്കിന് അത്തരം സംഘർഷങ്ങളല്ല. 10 വർഷം എന്ന് പറയുമ്പോൾ 50 ലക്ഷം വോട്ടർമാരിൽ മാറ്റം ഉണ്ടാവും. ശരാശരി 50 ലക്ഷം വോട്ടർമാരിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ അത്രയും വോട്ടർമാരിൽ മാറ്റം ഉണ്ടായപ്പോൾ ഇവരുടെ തമ്മിലടി ജനങ്ങൾക്ക് അറിയാതെ പോയി. അതാണ് ഇവരുടെ വിജയത്തിന്റെ ഒരു കാരണം. ഒരുപാട് കാരണങ്ങളിൽ ആ കാരണം മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു കാരണം. ഇപ്പോ ഇവിടെ ശ്രീകുമാർ സാറ് കോൺഗ്രസിനെ ന്യായീകരിക്കണോ, ശ്രീ VD സതീശനെ ന്യായീകരിക്കണോ, ലായേഴ്സ് കോൺഗ്രസിനെ ന്യായീകരിക്കണോ, KSUവിനെ വേണോ? അദ്ദേഹത്തിന്റെ ഒരു വിഷമം നമുക്ക് മനസ്സിലാവും. ഏത് ഭാഗമാണ് ശരിയെന്ന് പറയാൻ വിഷമിക്കുന്ന വല്ലാത്തൊരവസ്ഥയാണ് അവരെ പോലെ വളരെ പ്രഗത്ഭമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റുന്നവർക്ക് പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രീ VD സതീശൻ അധികാരത്തിൽ വരുന്നത് തന്നെ MLA-മാരുടെ പിന്തുണ ഇല്ലാതാണ്. മറ്റു ചില സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടാണ് അദ്ദേഹം അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കരുതിയിരിക്കേണ്ടതായിട്ടുമുണ്ട്. ഇപ്പൊ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു DCC ജനറൽ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും നിങ്ങളുടെ സ്ക്രീനിലുണ്ട്. അതിൽ KPCCയുടെ ഒരു ജനറൽ സെക്രട്ടറിക്കും
KSUവിന്റെ സംസ്ഥാന അധ്യക്ഷന് മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി കിട്ടുന്നില്ല എന്നുള്ളതാണ് പരാതി. എവിടെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ നോക്കൂ. ഒരാൾ ഇലക്ഷൻ കമ്മീഷണറെ പോസ്റ്റ് ചെയ്തതിന്റെ വിമർശനം അദ്ദേഹത്തിനുണ്ട്. ഇലക്ഷൻ കമ്മീഷണറെ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 2029 ഇലക്ഷൻ ഡീലിമിറ്റേഷൻ നടക്കാൻ പോവുകയാണ്. മണ്ഡല പുനർനിർണയമാണ്. BJPയുടെ വക്താവിനെയാണ് ഇലക്ഷൻ കമ്മീഷനായിട്ട് ശ്രീ VD സതീശൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, കഴിഞ്ഞ 5 വർഷമായി കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷത്തിനെതിരായിട്ട് ചിന്തിപ്പിക്കാൻ എല്ലാ കുൽസിത മാർഗങ്ങളും കനകോലുവിന്റെ തിയറി അനുസരിച്ച് എടുത്ത് ഉപയോഗിച്ചിട്ട് ഞങ്ങളും RSSഉം ഇന്ത്യ രാജ്യത്ത് കഴുത്തിന് മുകളിൽ ശിരസുള്ള ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു തിയറിയാണ് CPM RSS ഡീൽ എന്ന് പറഞ്ഞാൽ. ലോകത്താകെ കമ്മ്യൂണിസ്റ്റുകാര് ജീവൻ ബലി കൊടുക്കേണ്ടി വന്നതും ഫാസിസത്തിനെതിരായിട്ടാണ്. അങ്ങനെ കേരളത്തിൽ തന്നെ ഞങ്ങൾക്ക് 240 പേരെയാണ് RSSന്റെ കൊലക്കത്തിയാൽ നഷ്ടപ്പെട്ടത്. ആ RSS ഞങ്ങളുമായിട്ട് ഡീലുണ്ടെന്ന് സ്ഥാപിക്കാൻ കൊണ്ടുവന്ന ചില ഉദാഹരണങ്ങളുണ്ട്. അത് ഗവർണറെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി ഷേക്ക് ഹാൻഡ് കൊടുത്തു, പ്രധാനമന്ത്രിയെ കാണാൻ പോയി, PMCയിൽ ഒപ്പിട്ടു, വെള്ളാപ്പള്ളിയെ ചീത്ത വിളിച്ചില്ല. ഇത്തരം ആക്ഷേപങ്ങളാണ് BJP ഡീലായിട്ട് അവരെടുത്ത് ഉന്നയിച്ചത്. ദേ നോക്കൂ, സർക്കാരിന്റെ ഔദ്യോഗിക ശബ്ദമാണ് ഗവൺമെന്റ് പ്ലീഡർമാരായിട്ടുള്ള ആളുകൾ, വക്കീലന്മാർ. അവര് മിക്കവാറും എല്ലാം BJPക്കാരാണ്. ഏറ്റവും ഉയർന്ന 5 ഉദ്യോഗസ്ഥർ സംസ്ഥാനത്ത്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും UDFഉം, ഉയർന്ന IAS ഉദ്യോഗസ്ഥരെല്ലാം RSSഉം. ഏറ്റവും കൂടുതൽ മൈനോറിറ്റിക്കെതിരായിട്ട് പോസ്റ്റ് ഇട്ട അശോക്, ഡോക്ടർ PK ഗോപൻ, BJPക്കാർ മാത്രമല്ല പഴയ SFIക്കാരും ആ പട്ടികയിൽ കടന്നുകൂടി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ, ചില KSU നേതാക്കൾ ഉൾപ്പെടെ ആരോപണം ഉന്നയിക്കുന്നത്. അതെ, SFIക്കാരുണ്ടെങ്കിൽ അവര് ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ അശോക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൈനോറിറ്റിക്കെതിരായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റും ആർട്ടിക്കിളും ഉണ്ട് അദ്ദേഹത്തിന്റെ. ഒരു പത്രത്തിൽ അദ്ദേഹം ആർട്ടിക്കിളും എഴുതിയിട്ടുണ്ട് മൈനോറിറ്റിക്കെതിരായിട്ട്. അങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ പാർട്ടിക്കാരെ മാത്രമെന്നാണല്ലോ ശ്രീകുമാർ സാറ് ഇവിടെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്. ദിവ്യ S അയ്യർ ഏത് CPMന്റെ നേതാവാണ് സാർ? ഏത് കോൺഗ്രസ് നേതാവിന്റെ ജീവിത പങ്കാളിയാണ് അവർ? അവരെയാണ് ഞങ്ങൾ വലിയ പ്രധാനപ്പെട്ട ഒരു തുറമുഖത്തിന്റെ സെക്രട്ടറി തുറമുഖ വകുപ്പിന്റെ സെക്രട്ടറി ആക്കി വെച്ചത്. അവരെ മാറ്റുകയാണ് ചെയ്തത് നിങ്ങൾ വന്നിട്ട്. അതായത് കോൺഗ്രസ് ബന്ധമുള്ള ചെറിയ ആളാണോ G കാർത്തികേയൻ കോൺഗ്രസിനെ സംബന്ധിച്ച്? അദ്ദേഹത്തിന്റെ മരുമകൾ ശ്രീ ശബരിനാഥന്റെ ജീവിത പങ്കാളി, അവരെ മാറ്റിയിരിക്കുക. എന്തിന്? 15 കോടി രൂപയുടെ നോട്ടീസ് അദാനിക്ക് കൊടുത്തതിന്റെ ദേഷ്യത്തിൽ. അങ്ങനെ ദിവ്യ സയ്യരെ എടുത്ത് മാറ്റിയിട്ട് ഇവർ RSSന്റെ ആളുകളെ വെക്കുകയാണ്. കിഷോർ അദ്ദേഹത്തിന്റെ രത്തൻ യു ഖേൽക്കറെ തന്നെ ആക്കി അവിടെ തുറമുഖ വകുപ്പ് സെക്രട്ടറി ആക്കി. അങ്ങനെ അദാനി MSC അവിടേക്ക് കടന്നു വരികയും ചെയ്തു. ഇതെല്ലാം കോൺഗ്രസിനകത്ത് പുകയുകയാണ്. അപ്പോഴാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ KSUക്കാരെ എടുത്ത് നിലത്തടിച്ചിരിക്കുക മുഖ്യമന്ത്രി. ഇപ്പോ ഇദ്ദേഹം പറയുന്നത് KSUക്കാർക്ക് എന്താണ് അത് പറയാൻ അവകാശം എന്നാണ്. കുറെ നാളുകളായിട്ട് ഞങ്ങളുടെ ചർച്ചയിലൊക്കെ ഇവർ പറയുന്നത് CPMനകത്ത് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല, കോൺഗ്രസിനകത്ത് പറയാം, അത് ജനാധിപത്യ പാർട്ടിയാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചടക്കമില്ലായ്മയാണ് എന്നവർ കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിനകത്ത് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇനി നിങ്ങൾ ഒരക്ഷരവും എതിരായിട്ട് പറയാൻ പറ്റില്ല. കാരണം അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണല്ലോ. ആ ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്ന് ശ്രീ VD സതീശൻ അംഗീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് എത്ര ആക്ഷേപകരമായിട്ടാണ് ലോ കോളേജ് യൂണിറ്റിലെ KSUക്കാർക്ക് എന്തോ ഇത് പറയാൻ അവകാശം എന്നുള്ളതാണ് ചോദിച്ചത്. അങ്ങനെ അവരെ KSUക്കാർ ഇന്നലെ എങ്ങനെ ഉറങ്ങിക്കാണും സാർ? നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് വരുന്നില്ല എന്ന് പറയുന്നത് അവരെങ്ങനെ വരും? നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് എന്ത് പറയും? കാരണം VD സതീശന്റെ ഫ്ലെക്സ് ബോർഡ് വെക്കുന്ന കുറച്ച് പേര്, KC വേണുഗോപാലിന് വെക്കുന്നവര്, മറ്റ് രമേശ് ചെന്നിത്തലയ്ക്ക് വെക്കുന്നവർ, ഇവരെല്ലാം ആയിരുന്നല്ലോ കോൺഗ്രസിന്റെ ആളുകൾ. അപ്പൊ ഈ തരത്തിലായിരുന്നു ഇപ്പോ. ഇനി അദ്ദേഹം പറയുന്നത് CPMന്റെ കാലത്ത് ഇങ്ങനെ PSC എന്തോ ഒരു ആക്ഷേപമായി സാറേ പറയുന്നത്. അല്ല, ഡോക്ടർ PK ഗോപൻ, ഈ KSU നേതാക്കൾ പറയുന്നത് അവരുടെ പാർട്ടി പുനഃസംഘടന വരികയാണ്. മുഖ്യമന്ത്രിക്കെതിരെ പരസ്യ നിലപാടെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് വിവിധ ചേരികളുണ്ട്. അത് മുഖ്യമന്ത്രി സംഘടന, അതായത് KSU ഉൾപ്പെടെയുള്ള സംഘടനകളെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ നീങ്ങാം. നിലവിൽ കോൺഗ്രസ് എന്ന KPCC എന്ന സംവിധാനം പോലും ഇല്ലെന്ന് നമുക്കറിയാലോ. കാരണം VD സതീശന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. അവിടെ KSU പ്രവർത്തകർ, KSU നേതാക്കൾ ചോദ്യം ചെയ്തപ്പോൾ അവരെ പോലും കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന രീതിയിൽ നിശബ്ദരാകാൻ അവരുടെ നേതൃത്വം പറഞ്ഞു എന്നാ പറയുന്നത്. പലരും നമ്മളോട് രഹസ്യമായി പറഞ്ഞത് ഞങ്ങൾക്ക് ചർച്ചയിൽ വരണം, ഞങ്ങൾക്ക് പരസ്യമായി പ്രതിഷേധിക്കണം, പരസ്യമായ നിലപാട് പറയണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ
പുനഃസംഘടന വരുമ്പോൾ അവഗണിക്കപ്പെടുമോ, മുഖ്യമന്ത്രി തങ്ങളുടെ പേര് വെട്ടുമോ, മാത്രമല്ല പല ബോർഡ് കോർപ്പറേഷനുകളുടെയും പട്ടിക വരാനുണ്ട്, അവരുടെ ചെയർമാൻ പദവി, അതായത് അംഗങ്ങൾ അടക്കമുള്ള പല പദവികളും ഇനി വരാനുണ്ട്. ഒരുപക്ഷെ അതുപോലെ നിഷേധിക്കപ്പെടുമോ എന്ന ഭയം കാരണം പലരും നിശബ്ദരാകുന്നതായിരിക്കും അല്ലേ? അല്ല, ഇവര് ഈ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നൊക്കെ പറയുമ്പോഴേ ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പോയിന്റാ ഞാൻ പറയുന്നത്. ജനാധിപത്യമാണ്, ഞങ്ങൾക്ക് ഇതെല്ലാം പറയാൻ അവകാശമുണ്ടോ നാളെ ഇറങ്ങി പറഞ്ഞേക്കരുത്. ഇന്നലെ വരെയൊക്കെ പറഞ്ഞതിരിക്കട്ടെ, ഇനി നാളെ കോൺഗ്രസിനെതിരായിട്ട് ഇങ്ങനെ പറയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണെന്ന് പറഞ്ഞേക്കരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അദ്ദേഹം ഇവിടെ ചർച്ചയിലൂടെ ഉന്നയിച്ച ഒരു കാര്യം, ഞാൻ അതിലേക്ക് വരാം. അദ്ദേഹം അങ്ങ് പറയുന്നതിന്റെ ചില പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. പക്ഷെ മറ്റേത് വിടാൻ പാടില്ല. അദ്ദേഹം ഈ 3 ലക്ഷത്തിലധികം ആളുകളെ 10 വർഷം കൊണ്ട് PSC നിയമിച്ച ഒരു സ്റ്റേറ്റ് ആണ് കേരളം. ഞാൻ അദ്ദേഹത്തിന്റെ ഊഴം വരുമ്പോ പറയുക, കർണാടകം, തെലങ്കാന ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റിൽ സർ PSC എന്ന് പറയുന്ന സംവിധാനം ഉണ്ടോ? നിയമനം നടക്കുന്നുണ്ടോ? ഇന്ത്യ രാജ്യത്ത് 65% PSC നിയമനം കേരളത്തിലാണ്. 160 കോടി ജനങ്ങൾക്ക് വേണ്ടി PSC പ്രവർത്തിക്കുന്നതിൽ 65% കേരളത്തിലാണ് പോസ്റ്റിംഗ്. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിലും സ്കൂളുകളിലേക്കോ കോളേജുകളിലേക്കോ ഒന്നും തന്നെ PSC പോസ്റ്റിംഗ് ഇല്ല. മുഴുവൻ കരാർ അടിസ്ഥാനത്തിലാണ്. എന്ന് പറഞ്ഞാൽ അവരവരുടെ പാർട്ടിക്കാരെ വിളിച്ച് കാശ് വാങ്ങിച്ചുകൊണ്ട് ജോലി കൊടുക്കുകയാണ്, താൽക്കാലിക നിയമനങ്ങളുമാണത്. കേരളത്തിൽ ഈ 3 ലക്ഷം പേര് CPM ആണോ സാർ? നിങ്ങൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട CPMന്റെ ഏതെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഏതെങ്കിലും പോസ്റ്റിൽ വന്നാൽ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് അവർ നിയമിക്കപ്പെട്ടിരുന്നാണോ? കേരളത്തിലെ കോടതി തന്നെ പോയിട്ട് അതിന് അംഗീകാരം വാങ്ങിച്ചിട്ടില്ലേ? അപ്പൊ CPM അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ PK ഗോപൻ, PSC നിയമനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ വരുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വരുന്നുണ്ട്. എന്തായാലും ഒരുപക്ഷെ ആ ചർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ CPM പ്രതിരോധത്തിലാകാം. എന്തായാലും ആ വിഷയത്തിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ N ഗോപകുമാറിലേക്ക് ഞാൻ പറഞ്ഞു വന്നത് അതിലേക്ക് പോകുന്നില്ല ഞാൻ, അതായത് പറഞ്ഞത്. പക്ഷെ ശ്രീകുമാർ സാർ ആ വിഷയം എടുത്തിട്ടത് കൊണ്ട് എനിക്കത് സ്പർശിക്കാതെ കടന്നു പോകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് അത്തരം ആക്ഷേപങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുകയാണ്. CPMന്റെ പോസ്റ്റിംഗ് അതുപോലെ വിചാരിച്ചായിരിക്കും KSUക്കാർ ഇറങ്ങിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വരാൻ ശ്രമിച്ചത്. എന്നിട്ട് ലായേഴ്സ് കോൺഗ്രസിന്റെ കത്തെടുത്ത് കാണിക്കുകയാണ്. വീണുപോയില്ലേ സാർ? CPM കത്ത് കൊടുത്തിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞ് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരുന്നവരല്ലേ നിങ്ങൾ? ഇത് വളരെ പ്രകടമായി പത്രസമ്മേളനത്തിൽ ലായേഴ്സ് കോൺഗ്രസിന്റെ കത്തെടുത്ത് കാണിക്കുക. എന്തിനു വേണ്ടിയാ? കോൺഗ്രസിന് മറുപടി പറയാൻ, കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നത്തിന് മറുപടി പറയാൻ ഈ കത്തെടുത്ത് കാണിക്കുക. അത് ഭരണഘടനാ വിരുദ്ധമാണ് സർ, സത്യപ്രതിജ്ഞാ ലംഘനമാണ്. പ്രീതിയോ വിദ്വേഷമോ കൂടാതെ തന്നിൽ അർപ്പിച്ച ജോലികൾ നിർവഹിക്കുക എന്നുള്ള സത്യപ്രതിജ്ഞാ ലംഘനം പ്രീതിയോടുകൂടിയാണ് ഞാൻ ചെയ്തത് എന്ന് വാദിക്കുക. അദ്ദേഹം സ്വയം വാദിച്ച്, വക്കീലൻ സതീഷ് മേനോൻ വക്കീല് സ്വയം വാദിച്ച് പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതുകൊണ്ട് ഇത് കോൺഗ്രസിന്റെ കേവലം ആഭ്യന്തര പ്രശ്നമായിട്ട് ഞങ്ങൾ ഇപ്പൊ ഇതിനെ ഭരണഘടനാ ലംഘനം എന്ന് പറയുമ്പോഴും CPM ഇതേ രീതിയിൽ തന്നെയാണ് പല നിയമനങ്ങൾ നടത്തിയിട്ടുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലല്ലോ. എന്തായാലും അങ്ങനെയൊക്കെ എത്താം. അതിനു മുൻപ് N ശ്രീകുമാറിലേക്ക്. ശ്രീ ശ്രീകുമാർ, സ്വാഭാവികമായും ഡോക്ടർ ഗോപൻ ഉന്നയിച്ച പല ചോദ്യങ്ങൾക്കും പല ആരോപണങ്ങൾക്കും താങ്കൾക്ക് മറുപടി ഉണ്ടാകും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, അതായത് KSU സംസ്ഥാന അധ്യക്ഷനും KPCC ജനറൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ അതിനുള്ള സമയം ചോദിച്ചു, പക്ഷെ അതുപോലും നിഷേധിച്ചു. മാത്രമല്ല, അതിനിടെയാണ് ഹിന്ദു ഐക്യവേദി നേതാക്കളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. അത് അദ്ദേഹം തുറന്നു പറയുന്നുമുണ്ട്. അതായത് കോൺഗ്രസ് നേതാക്കൾക്ക്, KSUവിന്റെ നേതാവിന് പോലും ഈ കൂടിക്കാഴ്ചയ്ക്ക് അവസരം നിഷേധിക്കുന്നു. അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ തന്നെ ചോദ്യം ചെയ്തു, അതായത് മുഖ്യമന്ത്രിയെ നേരിട്ട് ചോദ്യം ചെയ്തു, അദ്ദേഹത്തിന്റെ നിലപാടിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് മാത്രം കൂടിക്കാഴ്ചയ്ക്ക് അവസരം നിഷേധിക്കുന്ന സാഹചര്യം. മുൻപ് പിണറായി വിജയൻ ഏകാധിപതി എന്ന് പറഞ്ഞ് കോൺഗ്രസുകാർ അധിക്ഷേപിച്ചതാണ്. ഇവിടെ സമാനമായ നിലപാട് തന്നെയല്ലേ VD സതീശനും വെച്ച് പുലർത്തുന്നത്? നോക്കൂ ശ്രീ ടോം, അതായത് VD സതീശൻ എന്ന മുഖ്യമന്ത്രിയെ ആർക്ക് വേണമെങ്കിലും കാണാമെന്നും അദ്ദേഹത്തിന്റെ ഓഫീസിലെ തിരക്കിനെ കുറിച്ച് ഉള്ള വാർത്തകളും ഒക്കെ നമ്മൾ നിരന്തരം കാണുന്നതും കേൾക്കുന്നതുമാണ്. KSU ഒരാക്ഷേപം ഉന്നയിച്ചതിന് ശേഷം അവർ അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ കാണുന്ന പറഞ്ഞിട്ടുണ്ട്. അവർ കണ്ടതായിട്ടോ അല്ലെങ്കിൽ ചോദിച്ചിട്ട് അനുമതി നിഷേധിച്ചതായിട്ടോ എൻ്റെ അറിവിലില്ല. അത് അവരാണ് പറയേണ്ടത്. പിന്നെ നിയാസ് ആണ് അനുമതി ചോദിച്ചിട്ട് അത് കിട്ടാതിരുന്നു എന്നുള്ള വാർത്ത വന്നത്. അത് ശരിയായിരിക്കാം.
കാരണം എന്താ വെച്ചാൽ അത് ഒരു പക്ഷേ കോൺഗ്രസിനുള്ളിലത്തെ ഒരു തർക്കത്തിന്റെ ഭാഗം, ഞാൻ പറഞ്ഞല്ലോ ഉൾപ്പിരിവുകൾ ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില യാഥാർത്ഥ്യ ബോധത്തോടെ തന്നെ സംസാരിക്കണം. അത് ശ്രീ പി കെ ഗോപന് അറിയാൻ എൻ്റെ ഒരു നിലപാട് അങ്ങനെയാണ്. ഞാൻ കോൺഗ്രസിന് വേണ്ടി വാദിക്കും, അത് വേറെ വിഷയം. കോൺഗ്രസ്സുകാരനായ പത്രപ്രവർത്തകനാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഇത് ഞാൻ തന്നെയാ പറയുന്നത്, ആ ഉൾപ്പിരിവുകളുടെ ഭാഗമായിട്ട് ഒരു പക്ഷേ അദ്ദേഹം ഒരു സന്ദർശന അനുമതിയൊക്കെ എന്തെങ്കിലും പറഞ്ഞ് നിഷേധിച്ചിരിക്കുക. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, കോൺഗ്രസ്സുകാർക്ക് നിഷേധിച്ചിട്ട് മറ്റുള്ളവർക്ക് കാണാൻ അനുമതി കൊടുത്തല്ലോ. അല്ലാണ്ട് കോൺഗ്രസ്സുകാർക്ക് മാത്രം അനുമതി കൊടുത്ത് മറ്റുള്ളവർക്ക് നിഷേധിച്ചിട്ടില്ലല്ലോ. മുമ്പ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. മുഖ്യമന്ത്രി ഓഫീസ് എന്ന് വെച്ചാൽ ഒരു ഈച്ചയ്ക്ക് പോലും കടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നില്ലേ? സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് ഗവൺമെന്റ് അംഗീകാരമുള്ള കാർഡ് കൈവശമുള്ള, ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് ആ കാർഡിന്റെ ഒരു സ്വാതന്ത്ര്യവും അധികാരവും ഒക്കെ. അവർക്ക് പോലും സെക്രട്ടേറിയറ്റ് വളപ്പിൽ കടക്കാൻ പറ്റിയില്ല. ആ ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചു. കോൺഗ്രസ്സുകാർക്ക് അനുമതി കൊടുത്തില്ല. ആയിക്കോട്ടെ, കോൺഗ്രസിലെ ആ തർക്കം വരും, ആ പ്രശ്നം വരും, തർക്കം ഉണ്ടാകും, അവര് പരിഹരിച്ചോളൂ. അതാണ് അതിന്റെ കാര്യം. പുറമേ ഉള്ളവർക്ക് കൊടുത്തു എന്നുള്ളതാണല്ലോ ആക്ഷേപം. അത് സംഘപരിവാർ ഉണ്ടാവാം, CPM ഉണ്ടാവാം, എല്ലാവരും കാണും. മുഖ്യമന്ത്രി ആർക്കും കാണാം, ഇന്നയാളെ മാത്രമേ കാണൂ എന്നില്ല. അതൊക്കെ അദ്ദേഹം മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. എനിക്ക് ന്യായീകരിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ നിയമന കാര്യമാണ്. ഇവിടെ ലോയേഴ്സ് കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടല്ലോ, അദ്ദേഹം, എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ല, ആദ്യമേ പറഞ്ഞല്ലോ, ലോയേഴ്സ് കോൺഗ്രസിന് സ്റ്റേറ്റ് കമ്മിറ്റി എന്ന ഒരു ഒറ്റയ്ക്കുള്ള കമ്മിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത്. അതിലെന്തോ ചില അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാല്, നിയമനം നടത്തുമ്പോൾ ലോയേഴ്സ് കോൺഗ്രസ് തന്ന ലിസ്റ്റിൽ നിന്നാണ് നിയമനം നടത്തിയെന്നാണോ സതീശൻ പറഞ്ഞത്? അത് ലോയേഴ്സ് കോൺഗ്രസ് തന്ന ലിസ്റ്റിൽ ഈ 2 പേര് ഉൾപ്പെടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി അങ്ങനത്തെ ലിസ്റ്റ് കാണിച്ചാൽ തന്നെ സാധാരണ രീതിയിലെ ഗവൺമെന്റ് അഭിഭാഷകനെ നിയമിക്കുമ്പോൾ ഗവൺമെന്റിന് വിശ്വാസം വേണം. അതിന് 3 ആഴ്ച മുമ്പ് ശ്രീ ഗോപൻ ഒരു ഉദാഹരണം കണ്ടില്ലേ? തിരുവനന്തപുരത്തെ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ ഒരു പ്രതിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി ഗവൺമെന്റ് അഭിഭാഷക കൃത്യമായി പറഞ്ഞില്ലെന്നൊരു ആക്ഷേപം വരികയും ആ അഭിഭാഷകയെ മാറ്റുകയും പുതിയ അഭിഭാഷകനെ നിയമിക്കുകയും ചെയ്തത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പൊ ഗവൺമെന്റിന് വിശ്വാസമുള്ള അഭിഭാഷകൻ വേണം. അവരുടെ ഭൂതകാല രാഷ്ട്രീയം ചർച്ചയാകും. കാരണം രാഷ്ട്രീയമായ കാഴ്ചപ്പാട് പാർട്ടിക്കാരെടുക്കുമ്പോൾ അവരുടെ ഭൂതകാല രാഷ്ട്രീയം ചർച്ചയാകും. ഭൂതകാല രാഷ്ട്രീയത്തിൽ അവർ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കാം, പക്ഷെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ അവർ കോൺഗ്രസിലേക്ക് വന്നാൽ അത് സ്വാഗതം ചെയ്യണ്ടേ? ഭൂതകാല രാഷ്ട്രീയത്തിൽ നിന്ന് എത്രയോ പേരെ വർത്തമാനകാല രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് ഉൾക്കൊണ്ടിരിക്കുന്നു. പ്രമുഖ CPM നേതാക്കളായ ഇപ്പോഴും മാർക്സിസ്റ്റ് നേതാക്കളായ G. സുധാകരൻ, TK ഗോവിന്ദമാഷ്, V. കുഞ്ഞികൃഷ്ണൻ, ഇവരെല്ലാവരും UDF MLA-മാരല്ലേ, അനുകൂല MLA-മാരല്ലേ? അവരെ കോൺഗ്രസ് സ്വീകരിച്ചില്ലേ? അപ്പൊ ഭൂതകാല രാഷ്ട്രീയം ചകഞ്ഞു പോകരുത്. വർത്തമാനകാല രാഷ്ട്രീയത്തിൽ അവരുടെ നിലപാടെന്താണ്? ഗവൺമെന്റ് നിയമിക്കപ്പെടുന്ന അഭിഭാഷക പൂർവ്വകാല രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഗവൺമെന്റിനെ വെട്ടിലാക്കുമോ, കുഴിയിൽ ചാടിക്കുമോ? ഇതാണ് അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിക്കാൻ പറ്റും എന്നുള്ള ഒരു പറ്റുമെന്നുള്ള ഒരു ചിന്തയുള്ളതുകൊണ്ട്, ഉറച്ച ചിന്തയുള്ളതുകൊണ്ടായിരിക്കുമല്ലോ മുഖ്യമന്ത്രി നിയമിച്ചിട്ടുണ്ടാവുക. അതാണ് അതിന്റെ കാര്യം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോൺഗ്രസിലെ കുഴിയിൽ ഇറക്കാൻ നിയമിക്കപ്പെട്ട ഏതെങ്കിലും ആളുകൾ ചെയ്താൽ അന്ന് അക്കാര്യം ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ചർച്ച ചെയ്യാത്ത അവസ്ഥ ഇല്ല എന്ന് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ PSCയുടെ കാര്യമൊക്കെ പറഞ്ഞ എന്താ അറിയാമോ? ക്രൈംബ്രാഞ്ച് ശ്രീ N. ഗോപകുമാർ അങ്ങ് പറഞ്ഞു അവരുടെ ഭൂതകാല രാഷ്ട്രീയം പരിശോധിക്കേണ്ട, വർത്തമാനകാല രാഷ്ട്രീയം പരിശോധിച്ച് അവർക്ക് നിയമനങ്ങളാകാം. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, സാധാരണ ഒരു സർക്കാർ വരുമ്പോൾ, അധികാരത്തിൽ വരുമ്പോൾ, ഈ അധികാരത്തിന്റെ പങ്കുപറ്റാൻ വേണ്ടി പലരും പാർട്ടി മാറും. അത് കേരളത്തിൽ മാത്രമല്ല, നമ്മൾ രാജ്യത്തെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. ഇതുപോലെ ഈ അധികാരത്തിന്റെ ഭാഗമാകാൻ വേണ്ടി, ഈ ഗവൺമെന്റ് സർക്കാർ അഭിഭാഷകരാകാൻ വേണ്ടി കൂറുമാറിയവരുണ്ട്, പാർട്ടി മാറിയവരുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒരു മുൻ SFI നേതാവ് ഒരു ജിയോന ജെയിംസിനെ ഈ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയത്. മാത്രമല്ല, നേരത്തെ ഡോക്ടർ ഗോപൻ സൂചിപ്പിച്ചതുപോലെ മുൻ ABVP പ്രവർത്തകരുണ്ട്, BJPയുടെ പ്രവർത്തകരൊക്കെ സർക്കാർ അഭിഭാഷക പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ അധികാരത്തിന്റെ പങ്കുപറ്റാൻ വേണ്ടി രാഷ്ട്രീയ നിലപാട് മാറ്റിയതല്ലേ അവരൊക്കെ? അങ്ങനെ സംശയിക്കേണ്ടതല്ലേ? അല്ല, അതെങ്ങനെയാണെന്ന് വെച്ചാല്, രാഷ്ട്രീയത്തിൽ നിലപാട് മാറ്റം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. നിലപാടുകൾ മാറ്റാം എന്നുള്ളത് അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അത് അവസരവാദം എന്നൊക്കെ പറയും, വ്യക്തിപരമായ കാര്യം വരുമ്പോൾ അവസരവാദം എന്ന് പറയും. ഗവൺമെന്റിന്റെ നിലപാടുകൾ മാറ്റുമ്പോൾ അതിന് U-ടേൺ എന്ന് പറയും. അങ്ങനെ പല മറ്റേ വിശേഷണങ്ങളുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ നിയമിക്കപ്പെട്ട വ്യക്തി
2023 ലോയേഴ്സ് കോൺഗ്രസിൽ അംഗമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 3 വർഷം മുമ്പ് ചേർന്നതാണ്. അന്ന് UDF അധികാരത്തിലല്ല വരിക, LDFന്റെ തുടർഭരണമാണെന്ന് കൃത്യമായി പറഞ്ഞ ഒരാളാണ് ഡോക്ടർ PK ഗോപൻ. ഞാൻ അതിലാണ് അന്ന് വിശ്വസിച്ചിരുന്നത്. അന്ന് വേണമെങ്കിൽ LDFൽ നിന്ന് UDFിലേക്ക് വരണമെങ്കിൽ LDFുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഇപ്പൊ ഡോക്ടർ P സരീൻ കോൺഗ്രസിന്റെ എല്ലാ വിഷയങ്ങളിലും കോൺഗ്രസിനെ ന്യായീകരിക്കുകയും പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെയും രൂക്ഷമായി രാഷ്ട്രീയമായി വിമർശിക്കുകയും ചെയ്ത ഡോക്ടർ P സരീനെ അവര് ഒരു 80,000 രൂപ ശമ്പളത്തിൽ അവസാനകാലം നിയമിച്ചില്ലേ CPM? അപ്പൊ അന്ന് എന്താ പറഞ്ഞത്? അന്ന് കോൺഗ്രസ് ഒരുപക്ഷെ ആക്ഷേപിച്ചിട്ടുണ്ടാകാം, പാവപ്പെട്ട CPM-കാരെ മറികടന്നുകൊണ്ട് കോൺഗ്രസ്സുകാരെ വെക്കുന്നു എന്ന്. KP അനിൽകുമാർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് വന്നപ്പോൾ അദ്ദേഹത്തിന് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം കൊടുത്തില്ലേ? അതുപോലെ പ്രശാന്ത് രാജിവെച്ച് വന്നപ്പോൾ അദ്ദേഹത്തിന് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ പ്രസിഡന്റ് സ്ഥാനം കൊടുത്തില്ലേ? രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണെന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ വിഷയത്തിന്റെ അടിസ്ഥാനമായിട്ട് ഞാൻ കാണുന്നത് കോൺഗ്രസിലെ ഉൾപിരിവുകളാണ്. തർക്കമില്ല, കോൺഗ്രസിലെ ഉൾപിരിവുകളാണ്. ആ ഉൾപിരിവുകൾ തീർക്കണമെങ്കിൽ നേരത്തെ ശ്രീ ടോം പറഞ്ഞതുപോലെ KPCC സംവിധാനം വരണം. KPCC പ്രസിഡന്റ് വളരെ ധൈര്യശാലിയായ, ആർജവമുള്ള, നിർദ്ദേശിക്കാൻ കെൽപ്പുള്ള ഒരാളാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന് ഇനിയും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഏതെങ്കിലും ഒരാളായിട്ടാണ് KPCC പ്രസിഡന്റ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ വന്നിട്ട് അങ്ങനെ പെരുമാറുന്നതെങ്കിൽ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കും. KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിനെ നിയന്ത്രിക്കുകയും UDF സംവിധാനത്തെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പണ്ട് CPM-ൽ അങ്ങനെ ആയിരുന്നു. 10 വർഷം മുമ്പ് CPM-ലെ പാർട്ടി സെക്രട്ടറിക്കായിരുന്നു റോൾ. പിന്നീട് അത് മുഖ്യമന്ത്രിയായിട്ട് മാറി, കോൺഗ്രസിലെ പോലെ. കോൺഗ്രസിൽ ഒരു കാലത്ത് KPCC പ്രസിഡന്റ് ആയിരുന്നു മുഖ്യമായ റോൾ വഹിച്ചത്. മുഖ്യമന്ത്രി വേറെ പാർലമെന്ററി പാർട്ടി ലീഡറായിരുന്നു. രണ്ടുപേരും തമ്മിൽ തർക്കം ഉണ്ടായിട്ടുണ്ട്. കരുണാകരൻ ആന്റണി തർക്കം ഉദാഹരണം. അതുപോലെ CPM-ൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ CPM-ൽ VS പിണറായി തർക്കം ഉണ്ടായ സമയത്ത് തന്നെ പിൽക്കാലത്ത് അത് പാർട്ടി കേന്ദ്രീകരിച്ചത് മുഖ്യമന്ത്രിയിലേക്കാണ്. സ്വഭാവം മാറിപ്പോയി. അതുപോലെ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റാണ് കോൺഗ്രസിന്റെ അവസാന വാക്ക്. അദ്ദേഹം ഒരു നിയമനം നടത്താൻ പാടില്ലെന്ന് പറഞ്ഞാൽ നിയമനം നടക്കില്ല, മുഖ്യമന്ത്രി എത്ര കരുത്തനാണെങ്കിലും. ആ സംവിധാനം വരികയാണെങ്കിൽ ഈ പ്രശ്നമില്ല. ഇപ്പൊ എന്താ പ്രശ്നം? KPCC ഇല്ല, പറയാൻ ആളില്ല, വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന രീതിയിലേക്ക് മാറുക. ഇത് പറയുന്നത് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരാളായ ഞാൻ തന്നെയാണ്. പക്ഷെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചാൽ അത് പാർട്ടിക്ക് ദോഷമായി ഭവിക്കും. പാർട്ടിയെ ഏത് രീതിയിലും വന്ന് പാർട്ടിയെ ന്യായീകരിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാകാം. പക്ഷെ പാർട്ടിയെ വിമർശനാത്മകമായ ഒരു സമീപനത്തോടെ ന്യായീകരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. യെസ്, വ്യക്തമാണ്. N. ശ്രീകുമാർ, അങ്ങയിലേക്ക് എത്താം. അഡ്വക്കേറ്റ് ബേസിൽ, ശ്രീ N. ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ 2023 ജിയോന ജെയിംസ് ലോയേഴ്സ് കോൺഗ്രസ്സിൽ അംഗമായി. അതിന് മുൻപ് അവരുടെ പഴയകാല രാഷ്ട്രീയം പരിശോധിക്കേണ്ടതില്ല. അതിനുശേഷം 2023, അതായത് 3 വർഷം മുൻപ് ഈ SFI നേതാവ്, മുൻ SFI പ്രവർത്തക ലോയേഴ്സ് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് എടുത്തു. അതുകൊണ്ടും ആ ഒരു പദവിക്ക്, ഗവൺമെന്റ് ലീഡർ പദവിക്ക് അവർ അർഹയാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പല ഉന്നതതല ഇടപെടലുമുണ്ട്. പല നേതാക്കളുടെയും സമുദായ സംഘടനകളുടെയൊക്കെ റെക്കമെൻഡോട് കൂടിയാണ് ജിയോന പദവിയിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഈ ജിയോന ഇതിനു മുൻപ് ഈ ലോയേഴ്സ് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണോ? അല്ല, ഇതില് ഒരു കാര്യം വ്യക്തമാക്കാനുണ്ട്. ഞാനിപ്പോ ആരുടെയും പേര് എടുത്ത് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ശ്രീകുമാർ സാർ നേരത്തെ പറഞ്ഞതിൽ ഒരു തിരുത്തം. കാരണം 2023 22 24 ആരെങ്കിലും മെമ്പർഷിപ്പ് എടുത്തു എന്ന് വെറുതെ പറഞ്ഞതുകൊണ്ട് ആരും പാർട്ടിക്കാരനാവില്ല. അവർ പാർട്ടിയിൽ പ്രവർത്തിച്ചതിന് എന്ത് തെളിവാണുള്ളത്? അവരെന്ത് സംഘടനാ പ്രവർത്തനം നടത്തി? അപ്പൊ ഒരു 100 രൂപയുടെ മെമ്പർഷിപ്പ് എടുത്തു എന്ന് പറഞ്ഞ് അവരുടെ കഴിഞ്ഞ കാലത്തെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയം വിശ്വസിച്ച് കയറി വന്നു എന്ന് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഇതിന് മുമ്പാണെങ്കിലും, ഇപ്പൊ നിലവിൽ ഇപ്പൊ ഹൈക്കോടതിയിൽ സ്റ്റേ ഉള്ള ഒരു വിഷയം ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പക്ഷെ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് SFI മനസ്സോ അല്ലെങ്കിൽ BJP മനസ്സോ ഉള്ള ആളുകൾ ലീഡർമാരായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് അപകടമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഈ തെളിവുകളൊക്കെ സർക്കാർ കണ്ടതാണ്, അതിന്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചതാണ്. എന്നിട്ട് ഒരു 2023 22
ലോയസ് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ കോൺഗ്രസ്സുകാരാവുകയും അവരതുവരെ ചെയ്തിരുന്ന പാർട്ടി വിരുദ്ധ നിലപാടുകളെയൊക്കെ തിരസ്കരിക്കുകയും ചെയ്യാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കേവലം ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റും, ഒരു പാർട്ടിയിലെ ആദർശത്തിൽ നിന്നും മറ്റു പാർട്ടിയിലേക്ക് കടന്നു വരിക സ്വാഭാവികമാണ്, അതിലാരും തെറ്റു പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന ആളുകൾ വന്നിട്ട് പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തു, അതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് നമുക്ക് കിട്ടേണ്ടത്. യെസ്, വ്യക്തമാണ്. എന്തായാലും ആ ചോദ്യത്തിനുള്ള മറുപടി മുഖ്യമന്ത്രി തന്നെയാണ് പറയേണ്ടത്. കാരണം ഒരുപക്ഷെ ഇത് വളരെ സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാട് അറിയിക്കേണ്ട, നിയമപരമായ വിഷയത്തിലൊക്കെ സർക്കാരിൻ്റെ നിലപാട് അറിയിക്കേണ്ട ഉത്തരവാദിത്തമാണ് ഗവൺമെൻറ് പ്ലീഡർക്കുള്ളത്, സർക്കാർ അഭിഭാഷകർക്കുള്ളത്. അവിടെ ഇതുപോലുള്ള രാഷ്ട്രീയം മാറി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയ നിലപാട് മാറ്റി ഭരണപക്ഷത്തിനൊപ്പം ചേർന്നവർക്കൊക്കെ ഇത്തരം പദവികൾ കൊടുക്കുമ്പോൾ സർക്കാരിനെ എങ്ങനെ പ്രതിരോധത്തിലാക്കുമെന്നതൊക്കെ എന്തായാലും കണ്ടറിയണം. ഡോക്ടർ പി.കെ. ഗോപൻ, നേരത്തെ ശ്രീ എൻ ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ പാർട്ടി കോൺഗ്രസ് എന്ന സംവിധാനം, KPCC എന്ന സംവിധാനം നിലവിലില്ല. അതുകൊണ്ട് തന്നെയാണ് VD സതീശനെ നിയന്ത്രിക്കാൻ നിലവിൽ കോൺഗ്രസിനകത്തൊരു സംവിധാനം ഇല്ലാത്തത് വലിയൊരു പോരായ്മയായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി KPCC അധ്യക്ഷൻ വന്നു കഴിഞ്ഞാൽ VD സതീശൻ പാർട്ടിയുടെ നിയന്ത്രണത്തിലാകുമോ? ടോം, അത് അവരുടെ ഒരു ആഭ്യന്തര പ്രശ്നമാണ്. ഞാൻ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ പോത്തിനെ ചാരി പൂട്ടുകാരനെ അടിക്കുക എന്ന ചൊല്ല് അങ്ങ് കേട്ടിട്ടുണ്ടല്ലോ. വയൽ വരമ്പത്ത് നിൽക്കുന്ന ജന്മി, നില ഉഴുന്നുകൊണ്ടിരിക്കുന്ന പൂട്ടുകാരൻ, അവിടെ പോത്തുമുണ്ട്. അപ്പൊ ഈ പൂട്ടുകാരന് 2 അടി കൊടുക്കണമെന്ന് ജന്മിക്ക് തോന്നിയാൽ നേരിട്ടടിക്കാൻ ചില പ്രയാസങ്ങളുള്ളത് കൊണ്ട് പോത്തിനെ അടിക്കുന്നതായിട്ട് ഭാവിച്ച് അടി വീഴുന്നത് പൂട്ടുകാരന്റെ ദേഹത്താണ്. വളരെ പരിണതപ്രജ്ഞനായ ശ്രീകുമാർ സാറ് ഈ LDFന്റെ ഭരണവും ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ വയ്യാത്ത കുറെ ഘടകങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തുണ്ട്, LDFന്റെ സംഘടനാ സംവിധാനമുണ്ട്. അങ്ങ് ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയും പാർട്ടിയും ഒന്നായി എന്ന് പറഞ്ഞ് ഞങ്ങൾ അഭിമാനിക്കുക. കാരണം അത് പിന്നെ വേർതിരിവില്ലാതെ പോകേണ്ടതാണ്. പാർട്ടിയാണ് പ്രകടന പത്രിക ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. പാർട്ടിയാണ് എന്ത് കാര്യങ്ങൾ ഗവൺമെന്റ് വന്നാൽ നടപ്പിലാക്കുമെന്ന് നിശ്ചയിക്കുന്നത്, പറയുന്നത്, ജനങ്ങളോട് പറയുന്നത്. ജനങ്ങൾ അത് അംഗീകരിക്കുമ്പോഴാണ് വിജയിക്കുന്നത്. പാർട്ടിയാണ് ആരെ വേണം ഭരണാധികാരി ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നത്. ഇതെല്ലാമാണല്ലോ പാർട്ടിയുടെ ബന്ധം. നിങ്ങൾക്കത് പറ്റാത്തത് കൊണ്ടാണ് VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട്. കാരണം MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിനല്ല, ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണയും അവസാനം മറ്റു കാരണങ്ങളാൽ വരികയാണ് ചെയ്തത്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നയപരമായ പ്രശ്നങ്ങളെല്ലാം തന്നെ അത് പാർട്ടി കൂടി അംഗീകരിച്ചിട്ടാണ് നടപ്പിലാക്കുന്നത്, എല്ലാ നയപ്രശ്നങ്ങളും. കാരണം പാർട്ടിയാണ് പ്രകടന പത്രിക വയ്ക്കുന്നത്. ദൈനംദിനമുള്ള കാര്യങ്ങളിൽ പാർട്ടി ഇടപെടില്ല. അത് പഞ്ചായത്തായാലും പാർലമെന്റ് ആയാലും അസംബ്ലി ആയാലും അതാത് ചുമതലപ്പെട്ടവരാണ് അതിന് ഉത്തരവാദിത്വം വഹിക്കുന്നത്. ഈ ഒരു സംവിധാനമാണ് LDFൻ്റെത്. അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് അല്ലെങ്കിൽ LDF അധികാരത്തിൽ ഇരിക്കുമ്പോഴെല്ലാം ഈ തർക്കങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. അങ്ങ് പറയുന്ന VSന്റെയും പിണറായിയുടെയും പ്രശ്നം CPM-നകത്ത് ഒരു കാലത്തുണ്ടായ ആഭ്യന്തര പ്രശ്നം, അത് ഭരണതലത്തിൽ ബാധിച്ചൊരു കാര്യമല്ല. ഭരണതലത്തിൽ ബാധിക്കാതിരിക്കാൻ വലിയ തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. കുറച്ച് പ്രയാസങ്ങൾ അക്കാലത്തുണ്ടായി എന്നുള്ളത് അംഗീകരിക്കാതെ കണ്ണടച്ചിരുട്ടാക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി അങ്ങ് വളരെ ബാധ്യതയുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ്. പക്ഷേ നമ്മൾ പറയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഈ കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആക്സസ്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യം വന്നാൽ പ്രവേശനം. KPCCയുടെ ജനറൽ സെക്രട്ടറിക്ക് അവിടെ പ്രവേശിക്കാൻ ടൈം കൊടുക്കുന്നില്ല, KSU പ്രസിഡന്റിന് ടൈം കൊടുക്കുന്നില്ല. പക്ഷേ ശശികലയ്ക്ക് സമയം കൊടുത്തു സാർ. ഈ ശശികല എന്നുള്ളത് കേവലമായ ഒരു BJP നേതാവല്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷന് സമയം കൊടുത്താൽ എനിക്ക് പരാതിയില്ല. പക്ഷെ ശശികല അതല്ല. മറ്റു മതക്കാർ ജീവിക്കാൻ പാടില്ല എന്ന് വാദിക്കുന്ന ഒരു സ്വഭാവവിശേഷം പ്രകടിപ്പിക്കുന്ന ഒരു വനിതയാണ് അവർ. അത്ര മൃഗീയമായ വർഗീയത, അതായത് മൃഗീയമായ വർഗീയത എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ യോഗം ചേർന്ന് എനിക്കെതിരായിട്ട് പ്രമേയം പാസ്സാക്കും. വടക്കേന്ത്യൻ രാഷ്ട്രീയത്തോട് തുലനം ചെയ്യാവുന്ന രാഷ്ട്രീയമാണ് അവർ സ്വീകരിക്കുന്നത്. അവർക്ക് സമയം കൊടുത്തല്ലോ. RV ബാബു പണ്ട് പരവൂരിൽ BJP സതീശനെ സഹായിച്ചിട്ടുണ്ട് എന്ന് വാദിച്ചപ്പോഴാണ് RV ബാബുവിനെ അദ്ദേഹം ആക്ഷേപിച്ചത്. ആ RV ബാബുവിന് അദ്ദേഹം സമയം കൊടുത്തല്ലോ. നിയാസ് ആരാ? KSU പ്രസിഡന്റ് ആരാ? അപ്പൊ അവർക്കൊന്നും സമയം കിട്ടുന്നില്ല. ഇനി ശ്രീ NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ,
കഴിഞ്ഞ 2 ദിവസമായിട്ട് അദ്ദേഹം പറയും നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം വിളിച്ചാൽ ഫോൺ എടുക്കില്ല, തിരിച്ചു വിളിക്കുന്നില്ല. പിണറായി വിജയൻ അന്നേരം എടുത്തില്ലെങ്കിലും തിരിച്ച് മെസ്സേജ് ഇടും. അപ്പോ പിണറായി വിജയനെ സഹായിച്ച ആളല്ലല്ലോ സുകുമാരൻ നായർ സാർ. കാരണം ശബരിമല വിഷയത്തിൽ വളരെ ശക്തമായി പിണറായി വിജയനെ അറ്റാക്ക് ചെയ്ത ആളാണല്ലോ അദ്ദേഹം. അതിനുശേഷവും അദ്ദേഹം ഫോൺ വിളിച്ചാൽ സമീപനം എങ്ങനെ എടുക്കുന്നത്? ഇനി പത്രക്കാരോടുള്ള അസ്വസ്ഥത, നിങ്ങൾ പിണറായി വിജയനെ പ്രതിയാക്കി നിർത്തിയായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം ഒരു സീനിയർ പത്രപ്രവർത്തകൻ എന്നുള്ള തരത്തിൽ അങ്ങ് കണ്ടല്ലോ. എന്തോ ഒരു അസ്വസ്ഥതയും എന്തോ ഒരു പ്രയാസവുമാണ് പത്രക്കാരുടെ മുമ്പിൽ ശ്രീ വി ഡി സതീശൻ സൃഷ്ടിച്ചത്. കേരളത്തിലെ മാധ്യമങ്ങൾ പൊതുവെ UDF അനുകൂലമായതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിലോ, ഇത് തിരിച്ചായിരുന്നു സംഭവിച്ചെങ്കിലോ? പത്രക്കാരോട് പറഞ്ഞത് ഞാൻ പറയുമ്പോൾ കൊടുത്താൽ മതി എന്നാ പറഞ്ഞത്. ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അന്നേരം കൊടുത്താൽ മതി. അല്ല, നിങ്ങളുടെ അന്വേഷണാത്മക പത്രപ്രവർത്തനം കേരളത്തിൽ വേണ്ടാന്ന് പ്രഖ്യാപിച്ചു. ഞാൻ ഇന്നലെ ഒരു ചാനലിൽ പറഞ്ഞത് കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയൻ കരിദിനം ആചരിക്കേണ്ട ദിവസമായിരുന്നു ഇന്നലെ. ഒരു മുഖ്യമന്ത്രിയിൽ നിന്നാണ് ഇത്തരൊരു വാദം ഉണ്ടായത്. അത് പിന്നെ വല്ലാത്ത ഒരു പ്രശ്നം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി ന്യൂസ് 18 കൊടുത്തോ ഇല്ലെന്ന് എനിക്കറിയില്ല. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഒരു ദിവസം ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റ് തുറന്നു. 10 വർഷത്തിന് ശേഷം ആദ്യമായിരുന്നു. ഇത് ഏറ്റവും ശക്തമായി കൊടുത്ത മാധ്യമം 3 വർഷത്തിന് മുമ്പ് തുറന്നതിന്റെ ക്ലിപ്പിംഗ് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ പത്രത്തിന്റെ പേരൊന്നും പറയുന്നില്ല. അത് പോട്ടെ. അപ്പൊ 10 വർഷത്തിൽ ആദ്യമായിട്ട് തുറന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ആരറിഞ്ഞു സാർ അത് അടച്ച കാര്യം? നിങ്ങൾ ഏതൊക്കെ കാര്യം പറഞ്ഞിട്ടാണോ LDF ഗവൺമെന്റിനെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്, അതിൽ നിന്നെല്ലാം നിങ്ങൾ തിരിച്ചുപോയി. ഇപ്പൊ നിങ്ങൾക്ക് പിന്നെ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയത് അങ്ങുൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ ഏറ്റവും കൂടുതൽ ആക്ഷേപം ഉന്നയിച്ചു. നിങ്ങൾ ചർച്ച ചെയ്ത കേട്ടാ തോന്നും കണിച്ചവളം വരെ പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോയതെന്ന്. ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിക്ക് മാത്രം കാറിന്റെ പ്രവേശനം, ബാക്കി ആർക്കും കാറിൽ പോകാൻ പറ്റത്തില്ല. ആകെ 100 മീറ്ററേ ഉള്ളൂ, 10 ചുവട് വെച്ചാൽ മതി. അവിടെ 2 വൃദ്ധർ ഒരുമിച്ച് അങ്ങോട്ട് കയറിപ്പോയത് നിങ്ങൾ ഡീലായിട്ട് ആക്ഷേപിച്ചു. ആ വെള്ളാപ്പള്ളിയുടെ സ്ഥാനത്തല്ലേ സാർ ശശികല ഇന്നലെ കയറ്റി ചായ കൊടുത്തു വിട്ടത്? അപ്പൊ അത് ഡീലല്ലേ? ഇനി ഈ വെള്ളാപ്പള്ളിയുടെ കാല് പിടിച്ചില്ലേ ബിന്ദു കൃഷ്ണ? ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? ക്ഷീരദിന ആശംസകളാണ്. നിങ്ങളുടെ പാർട്ടി തിരുത്തിയോ? ഇനി അങ്ങ് പറഞ്ഞതിലേക്ക് വരാം. KPCC പ്രസിഡന്റ് ഇല്ല. കേരളത്തിലെ ജനങ്ങൾ ഉത്തരവാദിത്വം എടുക്കണോ സാർ? KPCCക്ക് പ്രസിഡന്റിനെ തീരുമാനിക്കാൻ കേരളത്തിലെ ജനങ്ങൾ എന്ത് ചെയ്യണം? അത് ആദ്യം പറ. KSUക്കാർ എന്ത് ചെയ്യണം? ലായേഴ്സ് കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യണം? KPCCക്ക് പ്രസിഡന്റ് എടുക്കാൻ അത് KSUക്കാരല്ല തീരുമാനിക്കുന്നത്, ലായേഴ്സ് കോൺഗ്രസും അല്ല തീരുമാനിക്കുന്നത്. ഞാൻ അവരെ നിങ്ങളുടെ ഭാഗമൊക്കെ ആണെങ്കിലും ഈ ലായേഴ്സ് കോൺഗ്രസ് എന്ന് പറയുന്നത് എത്ര സുഘടിതമാണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള വക്കീലന്മാരെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം. അവർക്ക് നെഞ്ചു തകരില്ലേ സാർ? അവരുടെ കൂടെ അവർക്കെതിരായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരെ പിടിച്ച് പോസ്റ്റ് ചെയ്താൽ. ഇനി അങ്ങ് പറഞ്ഞു CPMന്റെ ഒരു അഡ്വക്കേറ്റ് ഇരുന്നിട്ടാണ് ഇപ്പോ എടുത്തൊരു സമീപനം പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട്. അപ്പൊ ഗവൺമെന്റിന് വിശ്വാസ്യതയുള്ളവരെ വേണം വെക്കാൻ. സാർ, ഗവൺമെന്റിന് വിശ്വാസമുള്ള വക്കീലായിരുന്നോ ശബരിമല കേസിലെ പ്രതികൾക്ക് വേണ്ടി നിന്ന GPയെ നിങ്ങൾ ആദ്യം പോസ്റ്റ് ചെയ്തല്ലോ? അതിൽ നിന്ന് VD സതീശൻ പാഠം പഠിച്ചില്ലേ? അതിനെതിരായിട്ട് കേരളത്തിൽ വലിയ ചർച്ച വന്നപ്പോൾ അതിന് ഒഴിവാക്കിയല്ലോ. അതിനുശേഷമാണല്ലോ ശേഷാദ്രിനാഥനെ നിയമിക്കുന്നത്. അതിനുശേഷമാണല്ലോ ലായേഴ്സ് കോൺഗ്രസിന്റെ ലിസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് BJPയുടെ ആളുകളെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങയുടെ വിഷമം ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും. കാരണം ഇത് കോൺഗ്രസിന്റെ വിശ്വസ്തരായ ആളുകളെ വേണം. ഗവൺമെന്റിന്റെ ശബ്ദമാണ്, തർക്കമൊന്നും വേണ്ട. കോടതിയിൽ പോയി സർക്കാരിന് വേണ്ടി വാദിക്കുന്ന വക്കീൽ ശ്രീ VD സതീശൻ മേനോന് അവിടെ പോയി വാദിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് GPമാരെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ വോയിസ് തന്നെയാണ് വക്കീലന്മാർ. അത് ആരായിരിക്കണം? അത് BJP പ്രവർത്തകരായിക്കൊള്ളട്ടെ, അത് ലായേഴ്സ് കോൺഗ്രസ് വേണ്ട തീരുമാനിച്ച എവിടെ നിന്നുകൊണ്ട്? അതാണ് പ്രശ്നം. അപ്പൊ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇത് വലിയ തർക്കവും പ്രശ്നങ്ങളുമായി മുൻകാലങ്ങളിലെ പോലെ ഭരണത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്തത്ര പ്രതിസന്ധി. ഇനി അങ്ങ് പലതവണ പറയാൻ പരിശ്രമിച്ചിട്ടും പറയാതിരിക്കുന്നതാണ്. അത് അങ്ങയുടെ മാന്യത കൊണ്ട് പറയാത്ത കോൺഗ്രസിലെ ഉൾപ്പിരിവ്. 3 പേർ മുഖ്യമന്ത്രിക്ക് വേണ്ടി വാദിക്കുന്നു, സ്ഥാനത്തിന് വേണ്ടി ഒരാൾക്ക് ലഭിക്കുന്നു, ബാക്കി 2 അസ്വസ്ഥതകളോട് ഉണ്ടാവും. അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെ അസ്വസ്ഥതകൾ ഉണ്ടാവും. ഇത് കേരളത്തിലെ ഭരണത്തെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. 10 വർഷക്കാലം കേരളത്തിലെ കുട്ടികൾ പവർ കട്ട് അറിഞ്ഞിട്ടില്ല. അവരിപ്പോ ഇന്ദിരാക്കട്ടെന്ന പേരിൽ അത് അറിയപ്പെട്ടു തുടങ്ങി. നിങ്ങള് ഉൾപ്പെടെയുള്ള ചാനലുകൾ ഇന്നത്തെ ദിവസം അതായത് അങ്ങ് സൂചിപ്പിക്കുന്നത് ഈ കോൺഗ്രസിനകത്തെ ഈ പാളയത്തിൽപ്പെട VD സതീശനെ സംബന്ധിച്ച് ഭരണവുമായി
മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണോ? അതായത് അദ്ദേഹത്തിന് 5 വർഷം തികയ്ക്കാൻ കഴിയുമോ? 5 വർഷം തികയ്ക്കുക എന്നുള്ളത് ഇപ്പൊ സതീശന്റെ മനസ്സിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. അദ്ദേഹത്തിന്, കാരണം കോൺഗ്രസിന്റെ ഹിസ്റ്ററി അതാണ് കേരളത്തിൽ. മറ്റ് സ്റ്റേറ്റുകൾ എന്തുവാ? നിങ്ങൾ കർണാടക എടുത്ത് നോക്കിയേ. ഇപ്പൊ ഇതേ ഉദാഹരണം അവർ കർണാടകത്തിൽ പറഞ്ഞുകൊണ്ട് വരില്ലേ? സിദ്ധരാമയ്യ മാറ്റിയില്ലേ ഞങ്ങൾ, DK ശിവകുമാറിനെ കൊണ്ടുവന്നില്ലേ? അതുപോലെ VD സതീശനെ മാറ്റുന്നു ഞങ്ങൾ, വേറൊരാളിനെ കൊണ്ടുവരുന്നു. ഇത് കോൺഗ്രസിൽ സ്വാഭാവികമാണ്. പണ്ട് കരുണാകരനെ മാറ്റി ആന്റണി സ്പെഷ്യൽ ഫ്ലൈറ്റ് വന്നില്ലേ? അതൊക്കെ പറയവര്. ഉമ്മൻചാണ്ടിക്കയുടെ പ്രശ്നം ബന്ധപ്പോ 2ാം മന്ത്രിസ്ഥാനം കീ പോസ്റ്റ് രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ഉണ്ടാവും. അത് കോൺഗ്രസിന്റെ പതിവാന്ന് നാളെ ഇവരൊക്കെ വന്നിരുന്ന് വാദിക്കും. കേരളത്തിലെ ജനങ്ങൾ ഗോപി തൊടും. അത്രയുള്ള പ്രശ്നം. ഒരു ഉറച്ച ഒരു ഗവൺമെന്റും മാൻഡേറ്ററി പവറുള്ള ഒരു ലീഡർ നിൽക്കുമ്പോൾ അത് ഏകാധിപത്യമാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് കേരളത്തിൽ ഏറ്റവും ഗുരുതരമായ ക്രൈസിസ് ഉണ്ടായ കാലത്ത് കേരളത്തിലെ മുഴുവൻ ആളുകളെ ചേർത്ത് പിടിച്ചതിനെ അവർ ആക്ഷേപിച്ചേ. ലോകം മുഴുവൻ കോവിഡിൽ തകർന്നപ്പോൾ, പ്രളയം വന്നാൽ ഒലിച്ചു പോകുമ്പോൾ, സർ കേരളത്തിൽ ആന്ധ്രയിൽ പ്രളയം ഉണ്ടായാൽ അടുത്ത ആഴ്ച കളക്ടറുടെ കത്തുമായിട്ട്, കടപ്പ ജില്ലാ കളക്ടറുടെ കത്തുമായിട്ട് കേരളത്തിൽ ആള് വരും വീടുകൾ കയറി ഇറങ്ങാൻ. കേരളത്തിൽ പ്രളയം ഉണ്ടായപ്പോ ഈ ആര്യങ്കാവ് ഭേദിച്ചോ, പിന്നെ കാസർഗോഡ് വിട്ടോ, പിന്നെ നെയ്യാറ്റിൻകര കടന്നോ ഒരു മനുഷ്യൻ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോയോ ഞങ്ങളെ സഹായിക്കണമെന്ന് പറയാൻ? അവരെ ചേർത്ത് പിടിച്ചു, ജനങ്ങളെ കൂടെ നിർത്തി. അന്ന് പ്രളയത്തിന് 10 പൈസ കൊടുക്കാൻ പാടില്ല, കോവിഡിന് 10 പൈസ കൊടുക്കാൻ പാടില്ല. കോവിഡ് റാണി ഐക്യരാഷ്ട്രസഭ വിളിച്ച് ഒരു കൊച്ചു സ്റ്റേറ്റിന്റെ ഭരണാധികാരിയെ ചേർത്ത് പിടിച്ച് എങ്ങനെയാണ് ഒരു അവികസിത രാജ്യത്ത് നിങ്ങൾ ഈ നേട്ടം കൈവരിച്ചത് എന്ന് ചോദിച്ച് അവർക്ക് മാല ചാർത്തി അവരെ പറഞ്ഞു വിട്ടപ്പോ കോവിഡ് റാണി, പെരും കള്ളി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി അല്ലേ? ഇപ്പതാ 116 140 പേരാ മരിച്ചേ പനി വന്നിട്ട്. ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രി കിടന്നു. ആരുടെ കാലത്ത്? വീണാ ജോർജിന്റെ കാലത്തല്ല. അത് നമുക്കെല്ലാവർക്കും അറിയാം. അത് കൈകാര്യം ചെയ്ത ഡോക്ടേഴ്സിന്റെ പെശക്. ഇപ്പൊ ഒരു കുഞ്ഞിന്റെ വലത് കൈ പോയി. 140 പേര് മരിച്ച്. എരണം കെട്ടവർ നാട് ഭരിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന സയന്റിഫിക് ആഭിമുഖ്യമുള്ള നെഹ്റുവിന്റെ പിൻഗാമികൾ. അതങ്ങനെ ഡോക്ടർ PK ഗോപൻ, അതൊരു ഡോക്ടറുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെന്ന് നിങ്ങൾ ഇപ്പോൾ തുറന്ന് സമ്മതിക്കുന്നു. പക്ഷെ ആ ഡോക്ടർക്കെതിരെ അന്നത്തെ സർക്കാർ, അന്നത്തെ ആരോഗ്യ വകുപ്പ് എന്ത് നടപടി സ്വീകരിച്ചു എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഇത്രയധികം നിരവധിയായിട്ടുള്ള മനുഷ്യജീവനുകൾ ആശുപത്രികൾ പൊലിഞ്ഞിട്ടുണ്ട്. അത് ഡോക്ടർമാരുടെ അനാസ്ഥ കാരണം, ആരോഗ്യ പ്രവർത്തകരുടെ അനാസ്ഥ കാരണം. പക്ഷെ അവരെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു അന്നത്തെ സർക്കാർ സ്വീകരിച്ചത്. അതൊരു പക്ഷേ നമുക്ക് ആ വിഷയത്തിലേക്ക് പോകേണ്ടതില്ല. അതിന് മുൻപ് എന്തായാലും ശ്രീകുമാറിലേക്ക്. ശ്രീകുമാർ, അങ്ങ് തെറ്റിദ്ധരിപ്പിക്കല്ലേ, ചുമ്മാതെ തെറ്റിദ്ധരിപ്പിക്കല്ലേ ശ്രീ ടോം. അതിന് വകുപ്പ് തല അന്വേഷണം നടത്തിയിട്ടുണ്ട്. കുറ്റക്കാരായ പേരുടെ പേരിൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. അവരന്ന് ആദ്യത്തെ ഇന്റർവ്യൂ നടത്തിയ ഡോക്ടർ ഞാനല്ലെന്ന് പറഞ്ഞു. അതിന് കമ്മിറ്റിയും വെച്ചു. ഇപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജില് ICU പീഡനം ഉൾപ്പെടെ, ആലപ്പുഴ മെഡിക്കൽ കോളേജില് നിരവധി കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടതടക്കമുള്ള സംഭവങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ അന്ന് ചർച്ച ചെയ്തതാണ്. പക്ഷെ ഒരിടത്തും അന്വേഷണം പ്രഖ്യാപിച്ചു, പക്ഷെ നടപടി ഉണ്ടായില്ലല്ലോ. അങ്ങനെയല്ല. ആ ഡിപ്പാർട്ട്മെന്റിൽ 100 രോഗികൾ കേരളത്തിൽ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് സർക്കാർ ആശുപത്രി പോയെങ്കിൽ അത് 70 രോഗികൾ സർക്കാർ ആശുപത്രി അന്വേഷിച്ച് ചെല്ലുന്ന അവസ്ഥ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പോസിറ്റീവ് സൈഡ് കാണാൻ കഴിയണ്ടേ? ആ കൂട്ടത്തിലാണ് ഇത്തരം ശബ്ദങ്ങൾ വരുന്നത്, സംഭവങ്ങൾ വരുന്നത്. ആ സംഭവങ്ങളെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ കാണണം. മറിച്ച് ഇപ്പോഴെന്താ വന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നിങ്ങൾക്കെല്ലാം, ഈ മാധ്യമങ്ങൾക്കെല്ലാം ഈ കൊച്ചിന്റെ കൈ പോയതിൽ വലിയ ഉത്കണ്ഠയില്ലാത്തത് എന്താ? കത്രിയുടെ കാര്യത്തിൽ ഉത്കണ്ഠയുള്ളവർ കൈ പോയതിൽ ഉത്കണ്ഠയില്ലാത്തത് എന്താ? കാല് മുറിച്ചു മാറ്റിയതിൽ ഉത്കണ്ഠയില്ലാത്തത് എന്താ? 140 പേർ മരിച്ചതിൽ ഉത്കണ്ഠയില്ലാത്തത് എന്താ? സിസ്റ്റം ആകെ തകർന്നതിൽ ഉത്കണ്ഠയില്ലാത്തത് എന്താ? ആരോഗ്യ മേഖല ആകെ തകർന്നു കിടക്കുന്നതിൽ ഉത്കണ്ഠയില്ലാത്തത് എന്താ? കൊടിയ വിലക്കയറ്റം കൊണ്ട് മനുഷ്യൻ പുറത്തിറങ്ങാൻ വയ്യ. 1 കിലോ ഉണക്കമുളകിന് 800 രൂപയായി സാർ മാർക്കറ്റിൽ. ഏറ്റവും കൂടുതൽ കേരളത്തിൽ 10 വർഷത്തിനിടയ്ക്ക് ലോകത്ത് യുദ്ധം. അത് കേരളത്തിലെ മാത്രം ഒരു സാഹചര്യമല്ല ഡോക്ടർ PK ഗോപൻ. നമുക്കറിയാം, യുദ്ധവുമായി ബന്ധപ്പെട്ട് ലോകത്താകമാനം ഈ രീതിയിലുള്ള പ്രതിസന്ധികളുണ്ട്, സാമ്പത്തികമായ വിലക്കയറ്റമുണ്ട്. അത്തരമൊരു വിഷയത്തിലേക്ക് പോകേണ്ടതില്ല. എന്തായാലും സമയപരിമിതി മൂലം ഞാൻ അങ്ങേക്ക് സ്വാഭാവികമായും N ശ്രീകുമാറിനും മറുപടി പറയാനുണ്ടാകും. ശ്രീ N ശ്രീകുമാർ, ഡോക്ടർ PK ഗോപൻ ഉന്നയിച്ച വിഷയം അതീവ ഗൗരവമുള്ളതാണ്. അതായത് NSS ജനറൽ സെക്രട്ടറിക്ക് കൂടിക്കാഴ്ചക്കുള്ള അനുമതി നിഷേധിച്ച അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധികൾക്ക് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് സമയം കൊടുക്കുന്നത്. കോൺഗ്രസിന്റെ നേതാക്കൾക്കും, അതായത് KPCCയുടെയും KSUവിന്റെയും നേതാക്കൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് അനുമതിയില്ല. അതേ സമയം തന്നെയാണ് ബിഷപ്പ് ഹൗസുകളിലെ
മുഖ്യമന്ത്രി വി ഡി സതീശൻ നേരിട്ട് പോയി ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്താൻ സമയം കണ്ടെത്തുന്നത്? ഒരു പരിധിവരെയും അതൊരു ഇരട്ടത്താപ്പ് നയമല്ലേ വി ഡി സതീശന്റേത്? നോക്കൂ ശ്രീ ടോം, മുഖ്യമന്ത്രി തന്നെ ഇന്നലെയാണ് വിശദീകരിച്ചത്. കൃത്യമായിട്ട് ഇന്നലെ ബുധനാഴ്ച പത്രസമ്മേളനത്തിൽ അതിൽ ഇക്കാര്യമെല്ലാം വിശദീകരിച്ചു. പിന്നെ ഞാനിപ്പോൾ അതിൽ എന്തെങ്കിലും മറുപടി പറയേണ്ട കാര്യമില്ല. ഇവിടെ ഒരാളെ കാണണോ കാണണ്ടൊക്കെ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അതിലെന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം. അതായത് NSS പ്രതിനിധി സഭാ യോഗത്തിൽ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ മുഖ്യമന്ത്രിയെ ധിക്കാരി എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നു. എന്തായാലും അങ്ങനെ അദ്ദേഹം വിളിച്ചിട്ടില്ല എന്ന് NSSന്റെ പ്രതിനിധികൾ തന്നെ, ഡയറക്ടർമാർ തന്നെ ഒരാളെ എന്നോട് പറഞ്ഞു ആ കാര്യത്തില്. അങ്ങോട്ട് സംഭവം ഉണ്ടായിട്ടില്ല. അത് പക്ഷേ അത് ആരും കൃത്യമായിട്ട് പറഞ്ഞില്ല. അങ്ങനെ വിമർശിച്ചതായി അറിയുന്നതൊക്കെ പറഞ്ഞാൽ കൊടുത്തത്. അത്രേ ഉള്ളു കാര്യം. ഇവിടെ ശ്രീ ഗോവൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ശരിക്കും പ്രസംഗിക്കുക ചെയ്തത്. ശ്രീ ഗോവൻ 2 മാസത്തെ ആയിട്ടുള്ളൂ UDF. നിങ്ങൾ 10 വർഷം ഭരിച്ചു. ആരോഗ്യരംഗം 2 മാസം കൊണ്ടാണോ തകർന്നത്? 100 പേര് പനി പിടിച്ചത് 2 മാസം കൊണ്ടാണോ? ഇനി അതൊക്കെ പോട്ടെ, ഈ ആരോഗ്യ മേഖലയിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ മന്ത്രിമാരല്ലല്ലോ പോയിട്ട് സർജറി നടത്തുന്ന. മന്ത്രി വീണ ജോർജ് സർജറി നടത്തുന്ന ആരെങ്കിലും പറഞ്ഞോ? പക്ഷെ ആരോഗ്യരംഗത്തുണ്ടായ സംവിധാന തകരാറ്, സിസ്റ്റത്തിന്റെ തകരാറാണെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ ആരോഗ്യമന്ത്രിയാണ് വിമർശിക്കപ്പെട്ടത്. അല്ലാതെ ആരോഗ്യമന്ത്രി മറ്റേ ഓപ്പറേഷൻ നടത്തി കത്രിക വയറ്റിട്ടു ആരും പറഞ്ഞില്ല. കോഴിക്കോട്ടെ ആ യുവതി വയറ്റിൽ ഇങ്ങനെ കത്രിക കൊണ്ട് കഷ്ടപ്പെട്ടവർക്ക് UDF അധികാരത്തിൽ വന്നപ്പോ എങ്ങനെയാ പെട്ടെന്ന് ജോലി കിട്ടിയത്? ആരോഗ്യമന്ത്രി എന്തിനാണ് അവർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ മുൻകാല ആരോഗ്യമന്ത്രി എന്തിനാണ് അവരെ പറ്റിച്ചത്? അതൊക്കെയാണ് വിഷയം. അല്ലാതെ പനി പിടിച്ചതല്ല. അല്ല ഇപ്പൊ കൊടുത്തല്ലോ, ഇപ്പൊ ജോലി ഇലക്ഷൻ പ്രോട്ടോകോൾ എന്നാ വന്നത്? വയറ്റിൽ കത്രിക കണ്ടതെന്നാ 2 വർഷം മുമ്പാ ഹർഷിതയുടെ വയറ്റിൽ കത്രിക കണ്ടത്. അല്ലല്ല ശ്രീ ഗോവൻ, താങ്കള് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ജനിച്ചിരിക്കുന്നുണ്ടോ? എന്താ അറിയോ? പവർ കട്ട് ഇപ്പൊ 2 മാസമായി. ശരിയാ, പവർ കട്ട് ഇപ്പൊ പവർ നിയന്ത്രണം ഉണ്ട്, ശരിയാണ്. ഒരാഴ്ച കൊണ്ടൊക്കെ കർണാടകത്തിൽ നിന്ന് അധിക വൈദ്യുതി കൊണ്ടുവന്ന് തീർക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ 10 വർഷം ഭരിച്ച നിങ്ങള് 2 വർഷം ഭരിച്ച ഗവൺമെന്റ് എല്ലാത്തിനും ഉത്തരവാദിത്തം പറയുമ്പഴേ ചിരിക്കാൻ ഇതിനും വലുതൊന്നും വേണ്ട എന്റെ ശ്രീ ഗോവൻ. അത് മാത്രം മനസ്സിലാക്കുക. അതായത് നമ്മുടെ കേരളത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ 35ലേക്ക് ഒതുങ്ങിയതും UDF 102ലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതിലപ്പുറത്തേക്ക് ഒന്നും പോകണ്ട. ഇവിടെ നമ്മുടെ ചർച്ചാ വിഷയം എന്താ വെച്ചാൽ ഈ നിയമന കാര്യങ്ങളാണ്. നിയമന കാര്യങ്ങളില് താങ്കൾ പറഞ്ഞു ഇങ്ങനെ ഐക്യവേദിക്കാരെ കണ്ട കാര്യം മുഖ്യമന്ത്രി എന്നല്ല പറഞ്ഞുള്ളൂ. എന്തുകൊണ്ടാണ് കണ്ടത്? എല്ലാരെയും കാണും. ശ്രീ ഡോക്ടർ PK ഗോവൻ എല്ലാവരെയും മുഖ്യമന്ത്രി കാണും. ആരെ സ്ക്രീൻ ചെയ്തിട്ട് കാണുന്ന പ്രശ്നമില്ല, എല്ലാവരെയും കാണും. പിന്നെ അതിൽ കോൺഗ്രസ്സുകാരെ കാണാത്തത് കൊണ്ട് കോൺഗ്രസ്സുകാരെ മാത്രം കണ്ടു എന്ന് പറയില്ലല്ലോ എന്നാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവർക്ക് മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ പത്രലേഖയുടെ കാര്യം, പത്രസമ്മേളനം എന്ന് പറഞ്ഞാല് എല്ലാ ബുധനാഴ്ചയും പത്രസമ്മേളനം നടത്തുന്ന മുഖ്യമന്ത്രിയെ കണ്ടത് 2 മാസമേ ആയിട്ടുള്ളൂ. 2 മാസം പോലും ആയിട്ടില്ല വി ഡി സതീശൻ സർക്കാർ അധികാരത്തിലേറിയിട്ട്. സ്വാഭാവികമായും അവർക്ക് സമയം കൊടുക്കണം. പല തെറ്റുകളും സംഭവിക്കാം. അത് തിരുത്തി മുന്നോട്ട് പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകൻ ശ്രീകുമാർ, CPM നേതാവ് ഡോക്ടർ PK ഗോവൻ, ലോയേഴ്സ് കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് ബേസിൽ മേച്ചേരി എന്നിവർക്ക് പ്രത്യേകം നന്ദി. വി ഡി സതീശനെതിരെ പാർട്ടിയിൽ പടയൊരുക്കുമോ എന്നായിരുന്നു PD പോൾ. 55% പേർ പടയൊരുക്കം നടക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ വി ഡി സതീശനെതിരെ ഒരു എതിർപ്പ് ഉയരുന്നുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ 42% പേർ അത്തരമൊരു പടയൊരുക്കം ഇല്ല എന്നാണ് രേഖപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വേണ്ടി പട നയിച്ചവനാണ് വി ഡി സതീശൻ. പിന്നീട് മുഖ്യമന്ത്രിയാകാൻ പാർട്ടിക്കുള്ളിൽ തന്നെ പടവെട്ടേണ്ടി വന്നു. അതിനുശേഷം വെല്ലുവിളികളേറെ, പാർട്ടിയുടെ പിന്തുണയില്ല. അതിനിടെ പാളയത്തിൽ പടയും. വി ഡി സതീശന് മുന്നിൽ വെല്ലുവിളികളേറെയാണ്. സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സതീശന് എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഇനി അറിയേണ്ടത്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.